വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച കൂടി കർത്താവ് നമ്മെ സൃഷ്ടിച്ച പിതാവിനെ ആരാധിക്കാനുള്ളൊരു അവസരം നമുക്ക് നൽകി. ഓക്കെ സോറി പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരവസരം കൂടി ദൈവം നമുക്ക് നൽകിയതോർത്ത് അത്യധികമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ആണ്ടിൻ്റെ ആദ്യത്തെ വിശുദ്ധ ആരാധനയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. കഴിഞ്ഞ ആണ്ടറുതി നമ്മൾ ഇതുപോലൊരു സൂം മീറ്റിങ്ങിൽ ഇവിടെ നിന്ന് നമ്മൾ കർത്താവിനെ സ്തുതിച്ചും കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ചെയ്ത ഉപകാരങ്ങളെ അനുസ്മരിക്കുകയും പുതിയ വർഷത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു. എല്ലാവർക്കും എല്ലാ കാലങ്ങളിലും എടുക്കാറുള്ളത് പോലെ നമ്മളെല്ലാം പല പുതിയ തീരുമാനങ്ങളും പുതിയ ആലോചനകളൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ആലോചനകളോ തീരുമാനങ്ങളോ ഫലപ്രദമാകണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണം. കർത്താവ് തന്നെ പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, കർത്താവ് അത് അഭിസംബോധന ചെയ്തത് അവിടെയുള്ള ദൈവവചന നിഷേധികളായോ അല്ലെ പരമ്പരാഗതമായി ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വഴിപാട് പോലെ ആരാധിക്കുന്നവരോടല്ല, ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. നമ്മളും കർത്താവിൻ്റെ വചനം അനുസരിച്ച് ക്രിസ്തു ശിഷ്യന്മാരായി ജീവിക്കുന്ന നമ്മൾക്കൊരു കാര്യം മനസ്സിലാവണം, കർത്താവിനെ പിരിഞ്ഞ് നമ്മൾ ചെയ്യുന്നതൊന്നും സാധിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ആത്മീയമായ വളർച്ചയായാലും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളായാലും എല്ലാം കർത്താവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് കടന്നു വരാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. കർത്താവിനെ വെളിയിൽ നിർത്തിയിട്ട് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും കരുതിക്കൊള്ളുവാൻ ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ എല്ലാ കാലത്തും യഹോവ എൻ്റെ മുമ്പാകെ വെച്ചിരുന്നു. കർത്താവ് അവൻ്റെ എപ്പോഴും ദാവീദിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഈ പകലിൽ നമ്മൾ ഈ പുതിയ ആണ്ടിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു വിശുദ്ധ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുക. നമുക്ക് പല തീരുമാനങ്ങളും നമ്മൾ പലതും കൈക്കൊണ്ടിട്ടുണ്ട്. പലതും നമ്മുടേതായ ബൗദ്ധികമായ തീരുമാനങ്ങളാണ്. അതെല്ലാം ഫലപ്രദമായി കൊള്ളണമെന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് നമ്മൾ അറിയുന്നിടത്താണ് നമ്മൾ കൈവയ്ക്കുന്നതിനെ ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഈ വർഷം കൂടുതൽ പ്രയോജനപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ പ്രാഥമികമായ ഒരു കാര്യം. കാരണം നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിലുള്ളതിൽ ഭൂരിഭാഗം ആളുകളും ഏതാണ്ട് ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ അല്ലെങ്കിൽ മധ്യാഹ്നം പിന്നിട്ടവരാണ്. കുഞ്ഞുങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദാസി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച പോലെ ഒരാത്മാവിനെയെങ്കിലും കർത്താവിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നം, ശുശ്രൂഷ കൂടുതൽ ദൈവികമായി ചെയ്യുവാൻ നമുക്ക് ഉള്ള സമയങ്ങളും അവസരങ്ങളും നമുക്കുള്ള റിസോഴ്സസും പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ദാസൻ സാധൻ പാസ്റ്റർ എപ്പോഴും പറയുന്നത് പോലെ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ ഹല്ലേലൂയ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ വളരെ കുറച്ച് സമയമേ നമുക്കുള്ളെന്ന് അറിഞ്ഞ് കൂടുതൽ നമ്മുടെ ദൈവത്തിൻ്റെ നിത്യഭവനത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കരുതിക്കൊള്ളുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു തലമുറയാണ്, ഒരു കാലഘട്ടവും ഒരു തലമുറയുമാണ് നമ്മൾ. അത് കൂടുതൽ നമുക്ക് ദൈവസന്നിധിയിൽ ഫലപ്രദമായി ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ നമുക്കറിയാം, ഒരുപാട് സഭകൾ, ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്ന സഭകൾ നമുക്ക് ലോകത്തിൽ ഒരുപാടുണ്ട്. ഇന്നലെ ഞങ്ങൾ സഭകളെ സംബന്ധിച്ചൊരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു. ജനത്തിൻ്റെ അജ്ഞത നിമിത്തം ശരിയായ സഭയെക്കുറിച്ച് ദർശനമില്ലാത്തതുകൊണ്ട്, തിരുവെഴുത്തുകളിൽ നിന്ന് അറിയാത്തതുകൊണ്ട് തങ്ങൾ പോകുന്നതും പ്രവർത്തിക്കുന്നതുമായ സഭയും ആ സഭയുടെ ഉപദേശങ്ങളും ശരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്തിലുണ്ട്. അന്ധമായി എല്ലാവരും അവരവരുടെ സഭകളിലെ ഒന്നാമത്തെ കാര്യം ദൈവത്തെക്കാൾ ഉപരി അവരെ പഠിപ്പിക്കുന്ന ആളുകളെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് മുമ്പിൽ നമുക്കൊരു മാതൃക ഉള്ളത് അപ്പോസ്തലന്മാരുടെ മാതൃകയാണ്, അല്ലേ? നമ്മെ സംബന്ധിച്ച്
സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിൽ ഉള്ള മാതൃക അപ്പസ്തോലികമാണ്. അപ്പസ്തോലന്മാർ തന്നെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറിവാക്യമായിട്ട് എടുത്തു, ഞങ്ങൾ വാക്കിനാലോ, ഇന്നെടുക്കേണ്ടത് വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന സകല പ്രമാണങ്ങളെ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ, നാം ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണ്? അപ്പോസ്തലന്മാർ എഴുതി തന്നതും അവർ വാക്കിനാൽ ഉപദേശിച്ചതുമായ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ അല്ലെങ്കിൽ ഓഹരി നമുക്ക് ലഭിക്കും. അതേ ഉള്ളൂ മാർഗം. അപ്പോൾ ഏതൊരു സഭയും ദൈവികമാണോ അപ്പസ്തോലികമാണോ എന്നറിയാൻ നമുക്ക് ആ സഭയുടെ ഉപദേശങ്ങളും ഡോക്ട്രിൻ പഠനവും അത് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമ്മൾ വളരെ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതുണ്ട്. കേൾക്കുമ്പോൾ പലതും ശരിയായി തോന്നുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവ സാന്നിധ്യമില്ലാത്തപ്പോഴാണ്. നമുക്കറിയാം, സകല പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും വീഴ്ചയ്ക്ക് കാരണമാകാൻ ഇടയായി തീരുന്ന ഒരു വ്യക്തി ആദാമിന് ഭാര്യയായി കൊടുത്ത് ഹവ്വയാണ്, അല്ലേ? നേരിട്ട് ദൈവശബ്ദം കേൾക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ആര്? ഹവ്വ. അതുകൊണ്ട് തന്നെ വഞ്ചനയ്ക്ക് ഏറ്റവും എളുപ്പം നേരിട്ട് ദൈവികമായ ഒരു കാര്യത്തെ അറിയാത്ത ആളുകൾക്ക് ദൈവത്തെ സംബന്ധിച്ച്, ദൈവവചനത്തെ സംബന്ധിച്ച് അതിൻ്റെ എന്താ പറയുക, ആ ദൈവം അതിനെക്കുറിച്ച് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന, അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന, നാം അറിഞ്ഞ് പാലിച്ച് മുന്നോട്ട് പോകേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവികമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലല്ലാത്ത ഒരു ആലോചന നമ്മൾക്ക് വരുമ്പോൾ നാം തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം, ദൈവിക മാർഗത്തെ സംബന്ധിച്ച്, അപ്പോസ്തോലികമായ ഉപദേശത്തെ സംബന്ധിച്ച്, ആദ്യത്തെ സഭയുടെ നടത്തിപ്പിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനക്കുറവിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിനായ സഭാ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയ കേൾക്കുമ്പോൾ നമുക്ക് ശരിയായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ അത്രമാത്രം സജീവമാണ്. ഇന്നൊരാൾക്ക് ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ ഏതെങ്കിലും സഭയുടെ അംഗീകാരമൊന്നും ആവശ്യമില്ലുണ്ടോ? ഏതെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് ദൈവവചനം പബ്ലിക്കായിട്ട് സംസാരിക്കണമെങ്കിൽ സഭ അവരെ നിയോഗിക്കണം, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നില്ല, സഭ തള്ളിക്കളയും അവരെ. പെന്തക്കോസ്റ്റൽ സഭകളും സംഘടനാപരമായ സഭകളും അവർക്ക് ഓർഡിനേഷൻ കൊടുത്താലേ അവർക്ക് പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ന് നമുക്കൊരു മൊബൈൽ ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം? ദൈവവചനം പ്രസംഗിക്കാം. അത് കേൾക്കുമ്പോൾ നമുക്ക് മനോഹരമായിട്ടും ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്താലോ എന്നുള്ളൊരു ആലോചനയും നമുക്ക് വരും. എന്നാൽ നാം ദൈവവചനത്തെ പരിശോധിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വിശുദ്ധ യൂദ എഴുതിയ ലേഖനം 3-ാമത്തെ വാക്യം നമ്മൾ കുറിവാക്യമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം മറ്റൊരാൾ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യൂദ 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. മതി. ഹല്ലേലൂയ. എത്ര കാര്യങ്ങൾ അതിനകത്ത് സ്ട്രെസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. എന്താണ്? നമുക്ക് പൊതുവിലായിട്ടുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? പോരാടണം, അല്ലേ? പ്രബോധിപ്പിച്ചെഴുതണം എന്ന് തോന്നി. പൊതുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോരാട്ടം കഴിക്കണം. അപ്പോൾ ശരിയായ മാർഗത്തിൽ നമ്മൾ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മാർഗങ്ങളും എന്തല്ല, നമുക്ക് അനുകൂലമല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അനുകൂലമാകണമെങ്കിൽ നമ്മളവിടെ കുറച്ച് പവർ, കുറച്ച് സ്ട്രെങ്ത്, കുറച്ച് ഫോഴ്സ് നമ്മൾ ചെലുത്തേണ്ടി വരും. ഒരു പോരാട്ടം കഴിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരാളെ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു റേസ് ജയിക്കണമെങ്കിലൊക്കെ നമുക്ക് കുറച്ച് എഫേർട്ട്, കുറച്ച് മെൻ്റലും ഫിസിക്കലായിട്ടുള്ള സ്ട്രെയിൻ നമുക്ക് ഇടേണ്ടി വരും.
അതുപോലെ അപ്പോസ്തലനായ യൂദ പറയുകയാണ്, എങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് ലഭിച്ചത്? നമുക്ക് പൊതുവിലുള്ള വിശ്വാസം. ഏതെങ്കിലും ഒരു പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള, അതായത് എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയ്ക്കായുള്ള ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് പറയുന്ന അപ്പോസ്തലന്മാർക്ക് എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ യൂദ പറയുകയാണ്, ഇത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചിരിക്കുന്ന പൊതുവായിട്ടുള്ളൊരു വിശ്വാസത്തിലൂടെ രക്ഷയെ സംബന്ധിച്ച് പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതണമെന്ന് ആവശ്യമെന്ന് എനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവവചനത്തിൽ വരും കാലങ്ങളിൽ വരാനിടയുള്ള എല്ലാ കാര്യങ്ങളെയും, എല്ലാ ഉപദേശങ്ങളെയും നമ്മൾ കരുതി ജാഗ്രതയോടെ ഇരിക്കണമെന്നുള്ളത് നമ്മുടെ കൈവശം എഴുതി തന്നിട്ടുള്ള ബൈബിളിൽ ഉണ്ട്, അല്ലേ? ഇതിനകത്ത് ഇനി ആഡ് ചെയ്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ട ഒരു അനക്സർ എഴുതി ചേർക്കേണ്ട കാര്യമൊന്നും ബൈബിളിലില്ല. ഇത് അതിനാൽ തന്നെ സമ്പൂർണ്ണമാണ്. ഹല്ലേലൂയ. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ശ്രദ്ധിക്കണമെന്ന് അതിനോട് എഴുതിയിട്ടുണ്ട്. എന്ത് നമ്മൾ ചെയ്യരുത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യൂദ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. അപ്പം കാഷ്വലായിട്ട് നമ്മൾക്ക് ഇരുന്ന് എഴുതുന്ന ഒരു കാര്യമല്ല, സകല പ്രയത്നവും ചെയ്യുകയാണ്. ഇതിൽ നമുക്കറിയാം, ഇത് എഴുതുന്നവർക്കും ഇതിനെ ഫോളോ ചെയ്യുന്നവർക്കും എല്ലാം ഇതിനകത്ത് കുറച്ച് ഗഹനമായിട്ട് ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചിലപ്പോൾ പോരാടുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ എഴുതേണ്ടി വരുമ്പോൾ വിശുദ്ധന്മാർക്ക് ഇത് ഒരിക്കലായിട്ട് ലഭിച്ച വിശ്വാസം എന്ന് വെച്ചാൽ കേവലം അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, പിന്നെ ആർക്കുള്ളതാണ്? ആരാണ് വിശുദ്ധന്മാര്? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലും യേശുക്രിസ്തുവിന്റെ അടക്കത്തിലും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലും പങ്കുപറ്റി വിശുദ്ധ സഭയിൽ കൂടി വന്ന് ആരാധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പൊതുവായിട്ടും ഒരിക്കലായിട്ടും നൽകപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പോരാടണം. കാരണം ഈ വിശുദ്ധന്മാർ അവസാനിച്ചിട്ടില്ല, ആ കാലം കൊണ്ട് അവസാനിച്ചിട്ടില്ല. കർത്താവിൻ്റെ വരവ് വരെയും ഈ പ്രോസസ്സിലൂടെ കടന്നു വരുന്ന, മാനസാന്തരപ്പെട്ട് പാപങ്ങൾ മോചനം പ്രാപിച്ച് വിശുദ്ധ സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ അവസാനത്തെ ആൾ വരുന്നിടം വരെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഈ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അബദ്ധ വിശ്വാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതിൽ നിന്നും മനുഷ്യനെ വീഴ്ച കളയുന്ന പല കാര്യങ്ങളും കടന്നു വരും. പ്രഥമ ദൃഷ്ടിയ അതൊക്കെ നല്ലതാണ് എന്നുകൂടി നമുക്ക് തോന്നും, അല്ലേ? പലപ്പോൾ തോന്നും അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ദോഷം എന്ന് വിചാരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് അവിടെ തൽക്കാലം ആ കുറിവാക്യത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമത് നമ്മൾ വായിച്ച വാക്യം വായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ വാക്യം എന്താണ്? ഗലാത്യ സഭയ്ക്ക് 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? സ്വതന്ത്രമാക്കി. ഇനി ആകയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതിൽ? നമ്മളെ സ്വതന്ത്രമാക്കിയ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. പിന്നെ അപ്പൊ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പൊ പൗലോസ് അടിമനുഖം എന്ന് പറയുന്നത് എന്തിനാണ് പറയുന്നത്? പൗലോസിന്റെ ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും എബ്രായ ലേഖനത്തിലും പൗലോസിന്റെ ഇതിവൃത്തം എന്താണ്? ന്യായപ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൗലോസ് എന്ത് ചെയ്യുന്നത്? പുതിയ നിയമത്തെ ശുശ്രൂഷയെക്കുറിച്ച് അറിയുന്നത്. അപ്പം പൗലോസിന്റെ പ്രസംഗത്തിന്റെ ഫണ്ടമെന്റൽ ഉപദേശത്തെ പൗലോസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ്? പൗലോസ് പറയാണ്, ന്യായപ്രമാണത്തിന് ഒരു നാളും പാപത്തെ പോക്കാൻ കഴിവുള്ളതല്ലെന്നാണ് പറയുന്നത്, അല്ലേ? അതായത് ന്യായപ്രമാണ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരാൾക്കും പാപമോചനം ലഭിക്കുന്നില്ല. മാത്രമല്ല പൗലോസ് പറയാണ്, ന്യായപ്രമാണം ആകെ കൂടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ന്യായപ്രമാണം ഇത് വായിക്കുന്ന എല്ലാവരെയും ഇവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നീ പാപിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ന്യായപ്രമാണത്തിന് കഴിയുള്ളൂ. അപ്പം പൗലോസ് യേശു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്താണ്? അവിടുന്ന് വായിച്ചേ നിങ്ങൾ 8:32.
പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആരോടാ പറയുന്നത്? അതായത് തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർ ആരാണ്? മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വരുന്ന യഹൂദന്മാരോട്, അതായത് മോശ മുഖാന്തരം കൊടുക്കപ്പെട്ട 10 കൽപ്പനകളും ആചരിച്ചു വരുന്ന യഹൂദന്മാരോട് കർത്താവ് പറയാണ്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. നിങ്ങൾ സത്യം അറിയുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും. അല്ലാത്തതുള്ള അടുത്ത വാക്യം കൊണ്ട് വായിച്ചു. അവരവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ആമേൻ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സ്വതന്ത്രന്മാരാകുന്നത്? ഇവർ അടിമകളായിരുന്നിട്ടില്ലേ? ഇവര് വാഗ്ദത്തം ചെയ്ത ജനതയാണ്. ദൈവം അബ്രഹാമിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് ദൈവം തനിക്ക് വേണ്ടി ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ആ വ്യക്തിയിൽ നിന്നും ഒരു ജനതയെ പുറപ്പെടുവിക്കുന്ന വാഗ്ദത്തം കൊടുത്ത് അവനിൽ നിന്നും വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കും, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബും, യാക്കോബിന്റെ 12 ഗോത്രങ്ങളുമായി അവർ അടിമ വീട്ടിൽ പോയി പാർത്തു. 430 സംവത്സരം അടിമകളായിരുന്നവർ പറയുകയാണ്, ഞങ്ങൾ ഒരു നാളും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. അപ്പോൾ എന്താണ് അടിമത്തം എന്ന് മനസ്സിലാക്കാതെ ഒരു ലിറ്ററൽ ബോണ്ടേജ് അനുഭവിച്ചു വന്ന ആളുകൾ ഇപ്പോഴും പിശാചിന്റെ അടിമകളായി തുടർന്നുകൊണ്ട് ദൈവവചനത്തെ വ്രതാ ഭജിച്ചുകൊണ്ട് അതിന്റെ ശക്തിയെ ചോർത്തിക്കളയുന്ന ആളുകളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സത്യം അറിയും. എന്താണ് അറിയേണ്ടത്? സത്യം. ആ സത്യം ഞാനാണ്. യേശുക്രിസ്തു പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ വായിക്കുന്ന തിരുവെഴുത്തുകളിലെ രക്ഷകനാകുന്ന സത്യം ഞാനാകുന്നു. ആ സത്യം നിങ്ങൾ അറിയുമ്പോൾ ഞാനാണ് മെസ്സിഹ എന്ന് നിങ്ങൾ അറിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അടിമനുഖത്തിന് കീഴിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മള് കർത്താവ് അതിനു മുമ്പ് പറയണം, ദാസൻ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നു. അപ്പൊ പുത്രനായി കഴിഞ്ഞാൽ എന്തില്ല? ന്യായപ്രമാണം ബാധകമല്ല. അപ്പൊ എന്തിനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്? നമ്മൾ ഇതെല്ലാം വാക്യങ്ങളുണ്ട് കേട്ടോ, നമുക്ക് വായിക്കാം. ഗലാത്യർ 4 മുതൽ 4, 5, 6 വാക്യം വായിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഇണവാക്യങ്ങളുണ്ട് എന്നും പറയുന്ന വേറെ എവിടെയെങ്കിലും ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ പോയി മറുപടി കണ്ടുപിടിക്കണ്ട. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാ? നാം പുത്രത്വം പ്രാപിക്കാൻ വേണ്ടി. അടുത്ത വാക്യം, നിങ്ങൾ മക്കൾ ആകാൻ പോകുന്നത് കൊണ്ടല്ല, ആരോടാ പറയുന്നേ? മക്കളാക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വിശുദ്ധന്മാരുടെ ഉപദേശം കേട്ടിരിക്കുന്ന ഗലാത്യ സഭയോട് പറയാണ്, നിങ്ങൾ മക്കളാണ്. ഹല്ലേലൂയ. ആമേൻ. ആകൊണ്ട് അപ്പനെ എന്താ വിളിക്കാം? വീട്ടിലെ വേലയ്ക്ക് വന്നവൻ വീട്ടുകാരനെ. ഇപ്പൊ എന്റെ വീട്ടിൽ വേലയ്ക്ക് വന്ന വേലക്കാരൻ എന്നെ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യ പറയും, ഇത് എന്താ സംഭവം? ഇത് എനിക്കും കൂടെ അറിയണം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഇപ്പൊ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കാണെന്ന് ചോദിക്കും, അല്ലേ? അപ്പനെന്ന് വിളിക്കണേ എന്ത് വേണം? പുത്രനാവണം, അല്ലേ? അപ്പം വേലക്കാരനെ വേണം ചേട്ടാന്ന് വിളിക്കാം, അല്ലെങ്കിൽ യജമാനനെ എന്ന് വിളിക്കാം. അങ്ങനൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും സാറേ എന്ന് വിളിക്കാം, ബോസ് എന്നൊക്കെ വിളിക്കാം. അത് അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. പക്ഷെ അപ്പാന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നീ എന്താ എന്നെ അപ്പാന്ന് വിളിക്കാം? ഞാൻ നിന്റെ തന്തയാണെന്ന് ചോദിക്കല്ലേ? ഞാൻ നിന്നെ ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മളെ അവൻ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി, ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. എന്തിനാണ്? നാം പുത്രത്വം പ്രാപിക്കാൻ വേണ്ടിയാ. പുത്രത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പനെ എന്ത് വിളിക്കാം? അപ്പ എന്ന് വിളിക്കാം. നമ്മൾക്ക് പലപ്പോഴും നമ്മളെ അപ്പനാണ് യേശു എന്ന് അറിയാമായിട്ട് കൂടി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? ഈ റിലേഷൻഷിപ്പ് നമുക്കുണ്ടെന്നുള്ള ബോധം നമുക്കറിയില്ല. നമ്മൾ പറയാറില്ല, ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല.
കാരണം അതിന് തിരിഞ്ഞു നോക്കിയിട്ട് കണ്ണ് നോക്കിയിട്ട് പുറകോട്ട് നോക്കി ഇനി ഇത്ര വലിയ വലിപ്പം ഉണ്ടെന്ന് അറിയത്തില്ല. കാരണം അതിൻ്റെ കണ്ണ് വളരെ ചെറുതാണ്, മുമ്പോട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ കണ്ണ് ഉരുട്ടുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും ഉരുട്ടിയിട്ട് നോക്കാൻ പറ്റില്ല, തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല, കാരണം ഇത്രയും വലിയ തലയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ശക്തി അറിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അതിന് മതം പൊട്ടുമ്പോഴാണ്. ഹല്ലേലൂയ. അതിൻ്റെ സുബോധത്തിൽ അതിൻ്റെ ശക്തി അറിയത്തില്ല. മതം പൊട്ടുമ്പോൾ അതിനറിയാം അത് കണ്ടതെല്ലാം വലിച്ചു പറിച്ച് നശിപ്പിക്കാനുള്ള പവർ അതിനുണ്ടെന്നറിയാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയില്ല, ഞാനും നിങ്ങളും പുത്രത്വം പ്രാപിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് ന്യായപ്രമാണം പറയുന്നത് അത് ചെയ്യരുത്, തുടരുത്, പിടിക്കരുത് എന്നൊക്കെ പറയുന്നത് എനിക്ക് ബാധകമല്ല. ഞാൻ എൻ്റെ വീട്ടിൻ്റെ യജമാനനാണ്. ഹല്ലേലൂയ. എനിക്ക് ഒരുത്തൻ്റെ സഹായം, ഹെൽപ്പ് വേണ്ട. ഇങ്ങനൊരു കാര്യം ചെന്ന് പറയാം. നമ്മൾ മറിയത്തോട് പറഞ്ഞു, മറിയ യേശുവിനോട് പറയേണ്ട കാര്യമൊന്നും നമുക്ക് ഇല്ല. നമുക്ക് അപ്പനോട് പറയാം, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നില്ല. അപ്പൊ ഇവിടെ പറയാണ്, നമ്മൾ യോഹന്നാൻ പറയാണ്, പുത്രനെങ്കിലോ അവകാശിയാണ്. ഹല്ലേലൂയ. അപ്പം നമുക്ക് അവകാശം ലഭിച്ചുവെങ്കിൽ പിന്നെ എന്തല്ല, നമ്മൾ ദാസന്മാരല്ല. ന്യായപ്രമാണത്തിന് കീഴിരിക്കുന്നവരെല്ലാം ദാസന്മാരാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണമാണ് ഇന്ന് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ വി ആർ സ്റ്റിൽ അണ്ടർ ദ ബോണ്ടേജ് ഓഫ് സിൻ. നമ്മൾ ഇപ്പോഴും പാപത്തിന്റെ അടിമത്തത്തിലാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. പിശാച് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ കേട്ട് നടക്കുന്നത് സന്തോഷിക്കുന്നതിന്റെ കാരണം പിശാച് പറയാണ്, നീ ഇപ്പോഴും അടിമയാണ്, നിനക്ക് സ്വാതന്ത്ര്യമില്ല, നീ പുത്രനല്ല എന്ന് നമ്മളെ ഓരോ ഇൻസിഡന്റിലും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ശക്തിയും ബലവും നമ്മൾ തിരിച്ചറിയരുത്. അതാണ് അവന്റെ ആവശ്യം. അതിനുവേണ്ടി അവൻ ചില കാര്യങ്ങൾ നമ്മളോട് പറയും, ഇങ്ങനെ കൂടെ ചെയ്യണം, ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം, ദൈവകൽപ്പനയല്ലേ, അനുസരിക്കണ്ടേ എന്ന് ചോദിക്കും. ന്യായപ്രമാണത്തിൻ പോൾ പറയാണ്, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിൻ കീഴിരിക്കാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. അങ്ങനൊരു വാക്യമില്ലേ? ഏതാ വാക്യം? ഗലാത്യർ 4-ാം അധ്യായം അതിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ന്യായപ്രമാണത്തിന് കീഴിരിക്കാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാർ, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താൽ ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യം. പോൾ ഇതിനെ പറയുകയാണ്. ലിറ്ററലി പോൾ പറയുന്നത് കറക്റ്റ് അല്ല. കാരണം ഇത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കറക്റ്റ് അല്ലെന്ന് തോന്നും. കാരണം ആക്ഷരികമായിട്ട് ഇസാക്ക് വാഗ്ദത്ത സന്തതിയാണ്. പക്ഷേ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴും ന്യായപ്രമാണത്തിന്റെ സന്തതിയാണ് ഇസാക്ക്. എന്നാൽ പറയാണ്, നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ അമ്മ മേധയുള്ള യെരൂശലേമാണ്. ഹല്ലേലൂയ. നമ്മളാണ് വാഗ്ദത്ത സന്തതി. ഹല്ലേലൂയ. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി, അടിമകളെ പ്രസവിക്കുന്നു. ആമേൻ. അപ്പൊ സീനായ് മലയിൽ നിന്നുണ്ടായ കൽപ്പന എന്തിനെ പ്രസവിക്കുന്നു? എത്ര സീനായ് മലയിൽ നിന്നാണോ എന്ത് കൽപ്പന കൊടുത്തേ? അല്ലേ? ദൈവം ആചരിച്ച് നടന്ന് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി കൊടുത്ത കൽപ്പന സീനായ് മലയിൽ നിന്നാണ് ഉണ്ടായത്. ആ കൽപ്പന ആചരിച്ച് നടക്കുന്നവരെന്താ? അടിമകളെ പ്രസവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അത് ഹാഗാർ. ഹാഗാർ എന്ന അറബി ദേശത്തുള്ള സീനായ് മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരൂശലേമിനെ കുറിച്ചാ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ യെരൂശലേമിൽ ഇരിക്കുന്നവരെ പോലെ ഇരിക്കാനാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ യേശു യാഗമായത്. ഹല്ലേലൂയ. സ്വർഗീയ യെരൂശലേമിൽ പോകാൻ വേണ്ടിയാ. അവൻ എവിടുന്ന് ഇറങ്ങി വന്ന് അവിടെ നമ്മൾ പോകാൻ വേണ്ടിയാ അവൻ കാൽവരിയിൽ യാഗമായത്. വായിച്ചോ. ഈ യെരൂശലേം അവളുടെ മക്കളോടുകൂടെ അടിമത്തത്തിൽ ഇരിക്കുന്നു. കാരണം അവളെ ഇപ്പോഴും ബന്ധിച്ചിട്ടേക്കുന്നത് അവൾക്ക് സ്വാതന്ത്ര്യം വന്നതും വരുത്തിയവനെയും കണ്ടില്ല അവർ. ഹല്ലേലൂയ. അത് കണ്ടിരുന്നെങ്കിൽ പോൾ പറയുകയാണ്, if they would have seen him they would not have crucified him. അവർ അവനെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ.
മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. ഹല്ലേലൂയ, ആമേൻ. അവളാണ് നമ്മുടെ അമ്മ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് ന്യായപ്രമാണത്തിന്റെ ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ പിടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ കൃപയിൽ നിന്ന് എന്ത് ചെയ്തു? വീണുപോയി. ഹല്ലേലൂയ. ഇത്രയ്ക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് പല കാര്യങ്ങളും അറിവില്ലായ്മ ഉള്ളപ്പോൾ നമ്മൾ കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ബലം, ശക്തി നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കും പിശാച് എന്താണ്? അവൻ അടിസ്ഥാനപരമായി ആരാന്നാ പറഞ്ഞത്? വഞ്ചകൻ, അല്ലേ? അവൻ ആരംഭിക്കുന്നത് തന്നെ വഞ്ചനയാണ്. വഞ്ചന ആരംഭിച്ച് അവൻ ആദ്യം എന്ത് ചെയ്ത് ആദ്യത്തെ കുടുംബത്തെ തകർത്തു, അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വിവാഹത്തിൽ ആരംഭിച്ച ഒരു വിവാഹത്തിൽ അവസാനിക്കുന്നതാണ് ബൈബിൾ, അല്ലേ? അപ്പോൾ ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായ ആ ഭാര്യയെ അവൻ എന്ത് ചെയ്തു? ഭാര്യ എന്ന് പറയുമ്പോൾ സ്ത്രീയെ എന്തിനെ കുറിച്ച് ദൈവത്വമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീയെ കുറിച്ച് എന്താ പറയുന്നത്? സഭയാണ് സ്ത്രീ, അല്ലേ? സഭയെ കുറിച്ചാണ് സ്ത്രീയെ ഉപയോഗിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച്, കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നത്. അപ്പം ആദ്യത്തെ ദൈവത്തിന്റെ കുടുംബത്തെ അവൻ തകർത്ത് എന്ത് ചെയ്തു? നേരെ ചൊവ്വെ പോകൊണ്ടിരുന്ന കുടുംബത്തെ തകർത്ത് അവൻ അവകാശങ്ങൾ ഇല്ലാത്ത മകനാക്കി അവനെ എന്ത് ചെയ്തു? പുറത്തേക്ക് തള്ളി എറിഞ്ഞു. അപ്പോഴാണ് ദൈവം ഇങ്ങനെയുള്ള തൻ്റെ സന്തതികളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് ന്യായപ്രമാണം കൊടുത്ത അതേ ദൈവം, ദ വെരി ഗോഡ്, ദ ക്രിയേറ്റർ, ആരായി തീർന്നു? ഹി ബിക്കേം എ ഇൻഫന്റ്. ഒരു കുട്ടിയായി മാറി, ഒരു ശിശുവായി ജനിച്ചു. എന്തിനാ? അവന്റെ രക്തം കൊടുത്ത് നാം വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കണം. എവിടെ? ആദാമിന് ഉണ്ടായിരുന്ന പുത്രത്വം നാം പ്രാപിച്ചിട്ട് നാം അപ്പനെ വിളിക്കണം, അപ്പാ എന്ന് വിളിക്കണം. ആബാ, ഫാദർ എന്ന് വിളിക്കുന്ന ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ ഈ വഞ്ചകൻ എന്ത് ചെയ്തു? സഭ ആരംഭിക്കപ്പെട്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി സഭയാണ് ഇനി അവനെ തകർക്കുക. അങ്ങനെയല്ല എഴുതിക്കുന്നത്. സഭ എന്ത് ചെയ്യും? അവനെ വേഗത്തിൽ കാൽ കീഴിൽ തകർത്ത് കളയും. അപ്പം ഇനി സഭ, ലോകത്തിൽ ഇന്ന് വ്യാപരിക്കുന്ന പിശാചിനെ തകർക്കാൻ ആർക്ക് കഴിയും? കർത്താവിന്റെ വിശുദ്ധ സഭയ്ക്ക് കഴിയും. അപ്പൊ പിശാച് എന്ത് ചെയ്തു? എല്ലാ ഐറ്റത്തിനെയും പിശാച് സഭയാക്കി. നിങ്ങളുടേതും സഭ. ഡോക്ടറിൻ ഏറിയും കുറഞ്ഞിരുന്നോട്ടെ. 10 ഉപദേശം ഉണ്ടെങ്കിൽ 9 നിങ്ങൾ പിടിച്ചു, ഒരെണ്ണം നിങ്ങൾ കളഞ്ഞാൽ മതി. അപ്പോഴും കർത്താവിന്റെ സഭയാകില്ല. കാരണം കർത്താവ് വിശുദ്ധനാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഈ അല്പം കൊണ്ട് കർത്താവിനോട് ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്നതിനകത്ത് വരത്തില്ല. അപ്പം നമ്മളെ പിശാച് ധരിപ്പിക്കും നിന്റെ സഭ ശരിയാണ്. TPM-കാർ പറയുന്ന പോലെ ഞങ്ങളുടെ സഭയാണ് ശരി. അവധി പോയിട്ടുള്ളവർ പറയും അതാണ് ശരി എന്ന് പറയും. കാരണം മറ്റുള്ള ചവറിലേക്കായി കുറച്ചുകൂടെ ഭേദം അവിടുത്തെ. കാരണം അവർ കല്യാണം കഴിക്കുന്നില്ല, ഒക്കെ നടക്കുന്നു, ഒരിടത്ത് പാർക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ. സത്യത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്നവർക്ക് അറിയാവുള്ളത് ശരിയാണോ തെറ്റെന്നുള്ള കാര്യം, അല്ലേ? അപ്പം ഇങ്ങനെ പിശാചിന്റെ തന്ത്രം എന്താണ്? എല്ലാ സഭയെയും ഏതെങ്കിലും കാരണത്താൽ വീഴിക്കുക. സത്യസഭയിലേക്ക് വന്നാൽ പറയും നിങ്ങൾ സഭയൊക്കെ കാര്യം ശരി തന്നെയാ, നിങ്ങൾ ന്യായപ്രമാണത്തിലെ ഇന്ന കൽപ്പനകൾ, എന്നേക്കുമുള്ള കൽപ്പന എന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പനകളുണ്ടല്ലോ, എന്തേക്കും ഒരു നിയമമായിരിക്കണം, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആചരിക്കണം. അപ്പോൾ അവർ ഒരു ന്യായമായ ചോദ്യം ചോദിക്കും, അതുകൂടെ ചെയ്യുന്നുണ്ട് എന്താ കുഴപ്പം, അല്ലേ? ഒരു ചോദ്യം വരില്ലേ? നല്ലതല്ലേ, അതുകൂടെ ചെയ്താൽ എന്താ കുഴപ്പം? അപ്പൊ ആ പോൾ പറയുകയാണ് ന്യായപ്രമാണം. അപ്പൊ എനിക്ക് പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഞാൻ ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചുകൊണ്ടല്ല, ന്യായപ്രമാണം പ്രസംഗിച്ച് നടന്ന ആളുമല്ല. പക്ഷെ ഗമാലിയൽ കോളേജ് ഓഫ് തിയോളജിയിൽ നിന്ന് ന്യായപ്രമാണ കൽപ്പനകളിൽ ഓരോ ഒരു തലമുടി നാര് കീഴി പരിശോധിച്ചവൻ പറയുകയാണ് ന്യായപ്രമാണത്തിന്റെ കീഴിരിക്കുന്നവൻ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു എന്ന് പോൾ പറയാം. നമുക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് ഇത്ര കാര്യം പറഞ്ഞു തരാൻ ഇപ്പം യഹൂദനായിട്ടും പത്രോസിന് പറ്റുമോ? പത്രോസ് യഹൂദനാണ്, യാക്കോബ് യഹൂദനാണ്, യോഹന്നാൻ യഹൂദനാണ്. പക്ഷേ വ്യത്യാസം പൗലോസുമായിട്ട് നോക്കുമ്പം ഇവർ മീൻ പിടിച്ച് നടക്കുന്ന യഹൂദൻ. എന്ന് വെച്ചാൽ നമുക്ക് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസിയെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുന്ന വിശ്വാസി ഉണ്ടെങ്കിൽ എന്നുള്ള അളവ് പോലെയുള്ള വ്യത്യാസമുണ്ട്. ആര് തമ്മിൽ? പൗലോസും ശേഷം അപ്പോസ്തലന്മാരും തമ്മിൽ. കാരണം പൗലോസ് അവൻ്റെ ജീവിതം മുഴുവൻ എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക? ന്യായപ്രമാണത്തിൻ്റെ ദൈവത്തിന് വേണ്ടി സേവ ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ മുഴുവനും കീറിമുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് പൗലോസിനെ ദൈവം നിയോഗിച്ചത്. കാരണം അങ്ങനെ ഒരുത്തിന് ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ന്യായപ്രമാണം കൊടുത്ത പൗലോസ് ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളോട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പോകുന്നത്. ഞാൻ എഴുതിയൊക്കെ ഒരു ഓർഡറിൽ വന്നെങ്കിലും ഞാനിപ്പോൾ പോകുന്നില്ല.
ഇപ്പം നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് 2-3 അധ്യായങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാം. ഇപ്പോൾ നമ്മൾ 2 കൊറിന്ത്യർ ലേഖനം 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 3 നമുക്കൊന്ന് വായിക്കാം. 6 മുതലല്ല, നോക്കട്ടെ, വായിച്ചു. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല. അപ്പൊ ഒന്ന് ന്യായപ്രമാണം എന്താണ്? അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. അവിടെ എന്തില്ല? ആത്മാവിന്റെ ശുശ്രൂഷ ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഒരു ശുശ്രൂഷ വേറെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അതിനെ അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ന് പറയാൻ കാര്യമുള്ളത്, അല്ലേ? ഓക്കെ. അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷയെ കുറിച്ച് ഈ പോൾ ഇവിടെ കൊണ്ടുവന്ന് ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച അതിവിടെ സംസാരിക്കുന്നത് ന്യായപ്രമാണം പഠിപ്പിക്കുന്നിടത്തൊന്നും അല്ല. പൗലോസ് ഇന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് തടി തട്ട് കിട്ടും, അല്ലേ? ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്, ഇത് കാലഹരണപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് പൗലോസിനെ അവർ അംഗീകരിക്കത്തില്ല. പക്ഷെ പൗലോസ് കൃപയിൽ വന്ന് വീണ്ടും ജനിക്കപ്പെട്ട് പുത്രന്മാരായി തീർന്നവരോട് പൗലോസ് അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്നും അത് ആവശ്യമാണ് സഭയ്ക്ക്. പൗലോസ് പഠിപ്പിച്ച വിശ്വാസ പ്രമാണത്തിലിരിക്കുന്ന സഭയെ ഇന്നും പഠിപ്പിക്കേണ്ട ആവശ്യമായി വന്നിരിക്കുന്നതാണ് പൗലോസ് ഇത് ഇവിടെ എഴുതി ചേർത്ത്. വായിച്ചു. ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? We are the servants of the Spirit of the Lord. നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷകന്മാരാണ്. ദൈവസഭ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് വെച്ചാൽ ആത്മാവിനാൽ വെളിപ്പെട്ടതിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ. ആത്മാവിനാൽ കേവലം എനിക്ക് വെളിപ്പെട്ടു, ഇന്നലെ രാത്രി ദൈവനോട് സംസാരിച്ചു, സഭയ്ക്ക് പണം കൊടുക്കാത്തവനെ എന്ന് പറയാനുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിനാൽ വെളിപ്പെട്ടത് എവിടെ? അവർക്ക് ആത്മാവിനാൽ വെളിപ്പെട്ടു. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് ആത്മാവിനാൽ വെളിപ്പെട്ടപ്പോൾ എന്തായി തീർന്നു? പൗലോസ് പറഞ്ഞു, സാക്ഷാൽ ഞങ്ങൾ നമ്മളോട് സംസാരിച്ചത് നിങ്ങൾ സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന പറഞ്ഞു. അപ്പം അവരുടെ അതിരങ്ങൾ സംസാരിച്ചതിനെ ദൈവവചനമാക്കി. അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റമെന്റ് മുഴുവൻ നമ്മൾ പിന്നീട് ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ദൈവവചനമായി മാറുന്നത്, അഭിഷേകം ചെയ്യപ്പെട്ട വചനമായി മാറുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും പറഞ്ഞിട്ട് അത് ആത്മാവിൻ്റെ കൽപ്പനയല്ല. നമുക്ക് ചാടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പറയുക വളയമില്ലാതെ ചാടരുത്, പണി കിട്ടുമെന്ന് പറയില്ലേ? വളയത്തിനകത്തോട് ചാടുക എന്ന് പറയല്ലേ? എന്തായാലും വളയത്തിനകത്ത് നമുക്കൊരു ബൗണ്ടറി ഉണ്ട് നമുക്ക് ചാടാൻ. നമുക്ക് എന്തെങ്കിലും വെളിപ്പെട്ട ആ വെളിപ്പാട് ശരിയാണോന്ന് അറിയണം. എവിടെ നോക്കണം? നമ്മൾ വചനത്തിൽ നോക്കണം. അപ്പോസ്തലന്മാർക്ക് നോക്കാൻ അന്ന് വചനമുണ്ടോ? ന്യൂ ടെസ്റ്റമെന്റിൽ എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെ ദൈവം എന്ത് ചെയ്തു? അവരാൽ നടന്ന അടയാളങ്ങളാൽ അവർ സംസാരിക്കുന്നതിനെ എന്താക്കി ദൈവം മാറ്റി? ദൈവവചനമാക്കി മാറ്റി. ഇന്ന് എനിക്കൊരു വെളിപാട് കിട്ടിയിട്ട് പറയാണ്, ശരി 27ാമത്തെ പുസ്തകത്തിന്റെ കൂടെ എൻ്റെ ഒരു വെളിപ്പാടൂടെ ഞാൻ ചേർക്കാന്ന് പറഞ്ഞ് നടക്കുമോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും വെളിപ്പാട് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനകത്ത് പോയി പരിശോധിച്ചിട്ട് ഇതിനകത്ത് കാണുന്ന വെളിപ്പാടുമായിട്ട് എനിക്ക് കിട്ടിയ വെളിപ്പാട് യോഗ്യമല്ല, പിന്നെ എന്താണ് മിണ്ടാൻ പോലും പോകരുത്, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ വിളിച്ച് പറയാൻ പാടില്ല. അപ്പൊ ഇവിടെ പറയുന്ന ഒന്ന്, നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷകരാണ്. വായിച്ചു. അക്ഷരം കൊല്ലുന്നു. ഈ അക്ഷരത്തിന്റെ പ്രശ്നമുണ്ട്. കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാച് എന്തിനാ വന്നതെന്ന് യേശു പറഞ്ഞത്? അറുക്കാനും മോഷ്ടിപ്പാനും മുടിപ്പാനും അല്ലേ പിശാച് വന്നത്? കൊല്ലാൻ വേണ്ടിയാ വന്നത്. അപ്പം ഈ ശുശ്രൂഷ പിശാച് അങ്ങനെ വന്നിട്ട് പറയാണ്, ഒരിക്കൽ സീനായി മലയിൽ കൊടുത്ത കൽപ്പനയെ കുറിച്ച് പോൾ പറയാണ്, ഈ കൽപ്പനയും പിശാച് ചെയ്യുന്ന പണി തന്നെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്ന് നോക്കി, എത്ര പാരഡോക്സിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. അക്ഷരത്തില്ലാത്ത ജീവനില്ല. ആമേൻ. അത് നിങ്ങനെ കൊല്ലുകയുള്ളൂ. എന്ന് വെച്ചാൽ നിനക്ക് നിത്യജീവൻ തരാൻ കഴിയുന്ന ഒന്നും അക്ഷരത്തിൽ ഇല്ല. ന്യായപ്രമാണം ആചരിച്ചുകൊണ്ട് ആർക്കും നിത്യജീവൻ ലഭിക്കത്തില്ല. ആമേൻ. അത് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമുക്ക് തരുന്നുള്ളൂ. അടുത്ത വാക്യം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആമേൻ. ആത്മാവ് ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായി. നിർത്തിപ്പോ ഇവിടെ പറയാണ്, ഈ മോശ വലിയ 40 ദിവസം മോശയും ദൈവമായിട്ട് അഭിമുഖത്തിലായിരുന്നു, അല്ലേ? 40 ദിവസം മോശ മലയുടെ മുകളിലാണ്. ആ മലയെ തൊടുന്നവനെങ്കിലും ശപിക്കപ്പെട്ടവനാണ്. അടുത്തോട്ട് പോലും പോകാൻ മേലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങിയ മലയിൽ നിന്ന് മോശ കൊണ്ടുവന്ന് മുഖം തെളിഞ്ഞ് പ്രകാശിച്ച ഈ സാധനത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. എന്താണ്? മരണത്തിൻ്റെ ശുശ്രൂഷ ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. ഹല്ലേലൂയ.
മോശ ഇത് രണ്ട് പിടിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് ഈ രണ്ട് ഇങ്ങനെ കല്ല് കൊണ്ടുവരുന്ന നമ്മൾ മോശയുടെ പടം കണ്ടു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് 10 കമാൻഡ്മെന്റ്സിൽ കണ്ടിട്ടുണ്ട് മോശ ഇത് കൊണ്ടുവരുന്നത് ഫിലിമിൽ. അപ്പൊ ഇത് കൊണ്ടുവരുന്ന മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ തിളക്കിയ ആ ശുശ്രൂഷയെ കുറിച്ച് പോൾ പറയണം. അതെന്താണ്? കൊല്ലുന്ന മരണത്തിന്റെ ശുശ്രൂഷയാ. ഹല്ലേലൂയ. വായിച്ചു. മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കുവാൻ കൂടാതെ വണ്ണം തേജസ്സുള്ളതായി. അപ്പൊ പറയാണ് ഈ മരണത്തിന്റെ ശുശ്രൂഷ മോശ കൊണ്ടുവരുമ്പം ഈ കൊണ്ടുവരുന്ന ശുശ്രൂഷ മരണത്തിന്റെ ആയിട്ട് കൂടി അത് അവനെ മുഖത്ത് മറ്റുള്ളവർ നോക്കാൻ മേലാത്തോളം തിളക്കി. എന്നിട്ട് പറയാണ് തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജതം. എത്രയാണ് അത്? ആ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ കാൽവരിയിൽ നിന്ന് തുടങ്ങിയ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകെയില്ലയോ? ശിഷ്യാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു. അടുത്തെന്താണ്? ന്യായപ്രമാണം എന്താണ്? പോൾ വീണ്ടും പറയാണ് ന്യായപ്രമാണം എന്താണ്? ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ. ഇത് ശിക്ഷ വിധിക്കാനുള്ള കൊണ്ടുവന്ന അത് തേജസ്സാണ്. ആമേൻ. എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. നീതിയുടെ ശുശ്രൂഷ എന്താ? രക്ഷിക്കപ്പെട്ടവനെ ദൈവം വിളിക്കുകയാണ്, നീ ഇങ്ങനെ ഒരു കുറ്റമേ ചെയ്തിട്ടില്ല. ജസ്റ്റിഫിക്കേഷൻ ആണ്. എന്താണ് നീതീകരണം എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം? ജസ്റ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്തിട്ടില്ല, നീ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ നിന്നെ വീണ്ടെടുത്തു എന്നല്ല. കർത്താവ് പറയാണ്, നിന്റെ പാപങ്ങളെ ഞാൻ മറവിയുടെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞു. എവിടെ ഇട്ടു? I thrown it them in the sea of forgetfulness. ആ മറവിയുടെ സമുദ്രത്തിലേക്ക് ഇട്ടു. ഇങ്ങനൊരു സംഭവം മോനെ നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് കർത്താവ് നമ്മൾ പറഞ്ഞു. അതാണ് നീതിയുടെ ശുശ്രൂഷ. വായിച്ചു. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം. ഗ്ലോറി. ഈ കാൽവരിയിലെ പ്രമാണം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം. നിന്നെ അടിമയെന്നും കുറ്റക്കാരനെന്നും നീ ഇന്നത് ചെയ്താൽ ജീവിക്കുമെന്ന് പറയുന്ന ഈ നിന്റെ ഈ സുയിനായി മല മുതൽ ഇന്നും യഹൂദൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും ക്രിസ്ത്യാനികൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാപിച്ചു തുടങ്ങിയതുമായ ഈ ശുശ്രൂഷ ഒട്ടും തേജസ്സില്ലാത്തതായി. ഹല്ലേലൂയ. അത് കാലഹരണപ്പെട്ടു പോയി. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകൾ വന്ന് നമ്മോട് പറയും ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്ദേഹം, നമുക്കിതൂടെ നിന്ന് ചെയ്യണ്ടേ എന്ന് ചോദിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ഈ സന്ദേഹം ഉണ്ടാകുന്നത്? വചനത്തിൽ നമുക്ക് ലഭിച്ചതിൽ ഉറപ്പില്ലാതെ വരുമ്പോഴാണ്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് ഉറപ്പില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ ദൈവമല്ല. ആണോ? നമ്മളെ സംശയിപ്പിക്കുന്നവൻ ആരാണ്? പിശാചാണ്. അവനാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾക്ക് നീ കുറ്റക്കാരനാണ്, നീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നമ്മളെ എപ്പോഴും പ്രഷറിലും ഡിപ്രഷനിലും സംശയത്തിലും ദുഃഖത്തിലും ബന്ധിച്ചിടേണ്ടത് ആവശ്യം പിശാചിനാണ്. കാരണം അവന് ഒരു ശത്രുവേ ഉള്ളൂ. ഇവിടുത്തെ DPMO, ഇവിടുത്തെ IPCO, ഇവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡോ, ഇവിടുത്തെ യേശുനാമ സഭകളോ ഒന്നും പിശാചിന്റെ ശത്രുവല്ല. ആണോ? അവന് ആകെപ്പാടെ ഒരു ശത്രുവേ ഉള്ളൂ. അപ്പോസ്തലന്മാരാൽ ആരംഭിക്കപ്പെട്ട ദൈവസഭ മാത്രമേ അവൻ എതിർക്കേണ്ടതുള്ളൂ. അവരെ കുറച്ച് പേരെയെങ്കിലും ചില കാര്യങ്ങൾ, ചില കർമാനുഷ്ഠാനങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് അവൻ്റെ വിചാരം. മറ്റത് അവന് വിചാരമൊന്നുമില്ല, അത് അവൻ്റെ കസ്റ്റഡിയിലാണ്. എന്നുവെച്ചാൽ ചെറിയ പ്രോഫിറ്റുള്ള ബിസിനസ്, വലിയ ബില്യണേഴ്സ് കച്ചവടക്കാർക്കുണ്ടാവില്ല, ഗ്രൂപ്പുകൾ, അതായത് കോടികൾ ആസ്തിയുള്ള വരുമാനം ഉണ്ടാക്കുന്ന പ്രോഫിറ്റുള്ള കമ്പനി 500 കോടി 50 കോടി 1000 കോടിയൊക്കെ ഉണ്ടാക്കുന്നത്. അവൻ എല്ലാ കമ്പനികളും ഉള്ളതുപോലെ അവൻ്റെ ചെറുതും വലുതുമായ കമ്പനികളിൽ ഒന്നാണ് ഈ കാണുന്ന കടകളൊക്കെ. ഈ കടകളും ഈ ലോഡ്ജുകളും അവൻ കൈവശം വെച്ചിരിക്കും. ഇവൻ ആകെപ്പാടെ തകർക്കേണ്ടത് എന്താ? ഇവൻ ആകെപ്പാടെ തകർക്കേണ്ടത് തിരിച്ച് ആദമ്യ സന്തതി അവിടെ പോയി അപ്പാന്ന് വിളിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ അതിന് ഒരു കാര്യമുള്ള ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ നമ്മുടെ നട്ടലിലൂടെ കാണാൻ വളരെ ചെറുതായ ഒരു സുഷുമ്ന നാടി പോകുന്ന പോലെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനാൽ നിവേശിതമായ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ മുൻകുറിക്കപ്പെട്ട ഒരു ലൈൻ. അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും വീഴ്ച കളയാന്ന് മാത്രമേ അവന് താല്പര്യമുള്ളൂ. ആ താല്പര്യത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യും? അവൻ ആരും നേരിട്ട് ഇടപെടത്തില്ല. അവൻ എപ്പോഴും ഇടപെടുന്നത് എങ്ങനെയാണ്? മനുഷ്യരെ എടുക്കും. ഹല്ലേലൂയ. അല്ലേ? അപ്പം ഇതൊന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് പിന്നെയും അവിടേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുക.
വായിച്ചോ അടുത്ത വാക്യം ഇവിടെ. നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നു. നീക്കം വരുന്നുള്ള തേജസ് ഉള്ളതായിരുന്നെങ്കിൽ എത്ര അധികം തേജസ്. ഓ ഗ്ലോറി, നിലനിൽക്കുന്നത് എവർലാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒന്ന് എത്ര. ഇപ്പം നമുക്കറിയാം ന്യായപ്രമാണത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് നീക്കം വരണം അല്ലേ. അപ്പൊ ബൈബിൾ പറയും ന്യായപ്രമാണത്തിന് ഒരു നാളും വള്ളിയോ പുള്ളിയോ നീക്കം വരികയില്ല എന്നും പറഞ്ഞിട്ട് പറയുകയാണ് നീക്കം വരുന്നില്ല. പക്ഷെ ന്യായപ്രമാണം നീങ്ങുകയല്ല, നിവർത്തിക്കപ്പെടുകയത്. അപ്പൊ ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് മുഴുവനും ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അടിമത്തത്തിന്റെ പ്രമാണങ്ങൾ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് അടിമത്തത്തിന്റെ പ്രമാണത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ സ്റ്റിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ പ്രമാണം ആവശ്യമുണ്ട്. കാരണം യു ആർ സ്റ്റിൽ അണ്ടർ ദ ബോണ്ടേജ്. നിങ്ങൾ ഇപ്പോഴും സ്ലേവറി, അടിമത്തത്തിന് കീഴിലാണ്. അടുത്തടുത്ത വാക്യങ്ങൾ വായിച്ചു പോകാം. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ന്യായപ്രമാണം എന്താണ്? അടുത്തതായിട്ട് പറയണത് അത് നീങ്ങിപ്പോകുന്നതാണ്. നീങ്ങിപ്പോയേ പറ്റൂ. ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ട പോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് ഓ ഗ്ലോറി, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പൊ ന്യായപ്രമാണം വാസ്തവത്തിൽ ക്രിസ്തുവിൽ നീങ്ങിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, ന്യായപ്രമാണത്തിന് ഒരു നാളും നീക്കാൻ കഴിയാത്ത ഇതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി അതുമായി സംബന്ധിച്ച് 1-2 കാര്യങ്ങളോട് നമുക്ക് വായിക്കാൻ. എഫേസ് ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം ഹല്ലേലൂയ തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ, നമുക്ക് പ്രസംഗത്തിലുള്ള വിഷയമാണെങ്കിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചുമ്മാ വായിച്ചു പോകുന്നത്, ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ എന്ന് വെച്ചാൽ സഭയാകുന്ന ശരീരത്തിൽ യഹൂദനെയും യവനനെയും സമരിയക്കാരനെയും ജാതിയെയും ഒരു ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും വേണ്ടി അവൻ എന്ത് ചെയ്തു? ന്യായപ്രമാണം എന്ന ശത്രുത്വം അവൻ കാൽവരിയിൽ ഇടിച്ചു നിരപ്പാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയാണ്, തത്സമയത്ത് സഹായത്തിനും കരുണയ്ക്കുള്ള കൃപയ്ക്കായി നമുക്ക് അപ്പ എന്ന് വിളിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് അടുത്ത ചിന്തയ്ക്ക് വേണ്ടി എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ഒന്ന് നമ്മളെല്ലാവരും വിശ്വാസത്തിൽ വളരണം. 2 ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, ത്രിത്വത്തിൽ രണ്ടാമതുള്ള പരിജ്ഞാനമുള്ള ദൈവപുത്രൻ ആരാണ് എന്നുള്ള പരിജ്ഞാനം. ഓക്കെ, ഗോഡ് ഇൻ ഫ്ലഷ് എന്നാണ് ദൈവപുത്രൻ. അതിനകത്ത് നമുക്ക് എന്തില്ല, സഭയ്ക്കകത്ത് ദൈവത്തെ കുറിച്ച് ദൈവപുത്രത്വത്തെ കുറിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത ഉണ്ടായിരിക്കണം സഭയ്ക്കകത്ത്. തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവിലാണ് ക്രിസ്തു തലയാകുന്ന ക്രിസ്തു വെളിപ്പെട്ട് വരുന്നത്. പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും നിർത്തി പോകാം. അപ്പം പറയാണ്, എന്താണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം? നമ്മളെന്താ യഥാസ്ഥാനത്ത് ഒരു സാധനം നീ എടുക്കുന്നതൊക്കെ കൊള്ളാം, സാധനം അതത് സ്ഥാനത്ത് വെച്ചൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥാനമുണ്ടല്ലേ? ആ സ്ഥാനത്ത് അല്ലാതെ നമ്മൾ അതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തപ്പിയെ കിട്ടത്തില്ല. അപ്പോൾ അതൊരു സാധനങ്ങൾ വെക്കുന്ന കാര്യമാണെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ
ഒരു ഒരു സാധനം, ഒരു ക്ലോക്ക് നമ്മളൊന്ന് അഴിച്ചു എന്ന് വിചാരിച്ചു. ഞാൻ അഴിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞു. ഞാൻ ഡൽഹി താമസിക്കുന്ന സമയത്ത് ഒരു കസിൻ്റെ വീട്ടിൽ താമസിച്ചത്. ചുമ്മാ പണിയൊന്നുമില്ലാതെ ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ടൈം പീസ് ഞാൻ അഴിച്ചു അതിൻ്റെ ബാക്ക് കവർ തുറന്നത് കുറേ സാധനങ്ങൾ അതിലെല്ലാം തെറിപ്പോയി. കാരണം അത് നമ്മുടെ സ്പ്രിങ്ങാണ്, അറിയാമോ, കേൾക്കുന്ന സാധനത്തിന് കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്പ്രിങ്ങും ഗിയറൊക്കെ ഉണ്ട്. ഞാനിത് കുറേയൊക്കെ തപ്പിയതൊക്കെ കിട്ടി, ഇതിനകത്ത് തല്ലി കയറ്റി വെച്ച് അടച്ച് വെച്ചു. സംഭവം വൈകുന്നേരം വന്നപ്പോഴത്തേനും ജേക്കബ് എന്നാണ് അതിന് പേര്, മോൻ ഇതൊന്ന് കൈകാര്യം ചെയ്തല്ലേ എന്ന് ചോദിച്ചു. അത് നോക്കി കുലുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ കാണാം ഒരു ക്ലോക്കായാലും ഇലക്ട്രോണിക്കിലേക്ക് വരും സംഭവം വേറെ ഒന്നാണ്. പക്ഷെ എല്ലാ മെക്കാനിക്കൽ സംവിധാനങ്ങൾക്കും, നമ്മളൊരു ബൈക്കാണേലും കാറായാലും ഏത് മെക്കാനിക്കൽ സംവിധാനത്തിനും ചില ചെറുതും വലുതുമായ ഗിയർ, ആ ഗിയറിനെ പ്രവർത്തിപ്പിക്കാനുള്ള ക്ലച്ച്, ആക്സിലേറ്റർ, അതുപോലെ തന്നെ ഒക്കെ ഉള്ളതുപോലെ നമ്മൾ ഈ ക്ലോക്കിനും മുമ്പിൽ എന്നുണ്ട് നമ്മൾ സമയം വിളിച്ചറിയിക്കുന്ന ഒരു 3 പേരുണ്ട് അല്ലേ. ഒരു സെക്കൻഡ് സൂചി, ഒരു മിനിറ്റ് സൂചി, ഒരു മണിക്കൂർ സൂചിയുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് സൂചിയും മണിക്കൂർ സൂചിയും പിന്നെ ഈ മിനിറ്റ് സൂചിയും പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിറയിലുള്ള കുറേ ആളുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പണിയെടുക്കണം. അപ്പം നമ്മളതിനെ കീ കൊടുത്ത് മുറുക്കി കഴിയുമ്പോൾ ആ കീ അനുസരിച്ച് ആദ്യത്തെ വീൽ കറങ്ങുന്നു, ആ വീലിനെ നിശ്ചയ സമയം കഴിയുമ്പോൾ അടുത്ത വീൽ കറക്കുന്നു. അങ്ങനെ കറക്കിയിട്ടാണ് സംഭവം ഇതിനെ മുമ്പിലുള്ള ആളുകൾ. അപ്പം മുമ്പിലുള്ള ആളുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ഇതിൻ്റെ പുറയിലുള്ള ആളുകളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം മുമ്പിൽ ഉള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ പുറകിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ സ്ഥാനത്തിരുന്ന് പണിയെടുക്കണം. അപ്പോൾ പുറകിലുള്ള ആളുകൾ പറയുകയാണ്, ഇനി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കുറച്ചാലും മുമ്പ് ഇരിക്കാം, നീ പുറകിൽ പോയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടക്കുമോ? ഇല്ല. അപ്പം ഒരു സഭയ്ക്കകത്ത് ദൈവം, നമ്മൾ വായിക്കുകയാണ്, ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ 5 വേലക്കാരെ നിയമിച്ചു. ഈ 5 വേലയും ചെയ്ത ആളുകളുണ്ട്. ഒരെണ്ണം ചെയ്തവരുണ്ട്, 2 ചെയ്തവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സഭയ്ക്കകത്തും പാവിരിക്കാനുള്ള ശുശ്രൂഷ ഒരു ശുശ്രൂഷയല്ലേ ആണ്. അപ്പം അതുപോലെ തന്നെ സഭ അടിച്ചു വാരുന്നൊരു ശുശ്രൂഷയാണ്, മൈക്ക് സെറ്റ് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്, പിന്നെ വായിക്കാൻ പറയുമ്പോൾ വായിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇതെല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയാണ്. ചില ആളുകളെ പ്രസംഗിക്കാനായിരിക്കും വിളിച്ചേക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കാതെ ഞാൻ ന്യായക്ക് വായിച്ചു കൊടുക്കലെന്ന് വിചാരിച്ച ആ സഭയിൽ പിശാച് എന്ത് ചെയ്തു, അവൻ അതിൻ്റെ കൺട്രോളിലേക്ക് വന്നു അല്ലേ. അപ്പം ഇവിടെ പറയാണ്, ഇതൊക്കെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനുള്ള വേലയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് സഭ എന്ത് ചെയ്യുന്നത്, ആത്മീയമായി വളർച്ച പ്രാപിക്കുന്ന ആത്മനിറവുള്ള സഭയായി തീരുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്, ഈ 5 വേലക്കാരെയും ദൈവം എന്ത് ചെയ്തത്, സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്. അപ്പൊ സഭയ്ക്കകത്ത് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവരും ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, പാസ്റ്റർക്ക് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് എന്തില്ല, ഒരു സങ്കടത്തിനും ഒരു അമർഷത്തിനും കാരണമില്ല. ഇത് എനിക്ക് ദൈവം ഏൽപ്പിച്ച ജോലിയാണ്, ഇത് ഞാൻ ശ്രദ്ധയോടും വിശ്വസ്തയോടും സത്യസന്ധമായും പരമാർത്ഥം ചെയ്യുമ്പോൾ എനിക്ക് പ്രതിഫലമുണ്ട് അല്ലേ. എല്ലാവർക്കും പ്രതിഫലം ഒന്നല്ല, അതും ഒരു മിനിസ്ട്രിയാണ്. അപ്പം ഇങ്ങനെ ഇവരെ എല്ലാം യഥാസ്ഥാനപ്പെടുത്തുന്നതായിരിക്കണം എന്ത്, ഈ വേലക്കാരുടെ ജോലി. ഇനി അടുത്ത വാക്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വായിച്ചോ. 4-ാം അധ്യായം അതിന്റെ അപ്പൊ ഇത് യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന വിശുദ്ധ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്തുള്ളത്, ഈ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷയുള്ളത്. അവിടേക്കാണ് കൊടുത്തത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായി ഇരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലതിലും വളരുവാനിടയാകാം. ഹല്ലേലൂയ. അപ്പോൾ ഈ വിപരീതമായ ഉപദേശങ്ങളെ സംബന്ധിച്ച് പൗലോസ് പറയാണ് എവ്രി വിൻഡ് ഓഫ് ഡോക്ട്രിൻ. അപ്പം ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചായുക, വേറൊരു കാറ്റടിച്ചാൽ ഇങ്ങോട്ട് ചായുക. കുറെ കാലം ഈ ഉപദേശം ശരി, കുറെ കാലം ആ ഉപദേശം ശരി, പിന്നെ കുറെ കാലം ഉപദേശം ശരി. അത് കഴിഞ്ഞിട്ട് ഒരു ഉപദേശമില്ല, കള്ളു കുടിച്ച് വഴി കൊടുക്കുന്നതാണ്. എന്താ കാര്യം?
ആരെന്ത് പറഞ്ഞാലും കേൾക്കും. ഏത് ഉപദേശം കേട്ടാലും അതിനകത്ത് വീഴും. ഇവിടെ പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ള വീഴുന്നവരെ കുറിച്ച് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു പേര്, ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതാരാ? ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആകുന്ന, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ആര് പറഞ്ഞാലും പോകും. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? അഴഞ്ഞുഴലുന്ന ശിശുക്കളാണ്. എന്താ ശിശുക്കൾ എന്ന് പറയാൻ കാര്യം? അവർക്ക് യുക്തി ഉണ്ടായിട്ടില്ല, ലോജിക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആര് പറഞ്ഞാലും നമ്മുടെ ശരി തെറ്റുകളെ നമ്മൾ എവിടെ കണ്ടുപിടിക്കും? വചനത്തിൽ കണ്ടുപിടിക്കും. അപ്പോൾ വചനത്തിൽ പോയി കണ്ടുപിടിക്കുകയല്ല, ആരെങ്കിലും പറയുന്നത് എന്ത് ചെയ്യും? കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ, അങ്ങനെ കേൾപ്പിക്കാൻ വേണ്ടി ചില ആളുകളെ നിയോഗിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ആരാ? ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ശിശുക്കളെ പോലെ, പാൽ കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ശിശുക്കളെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് വഞ്ചിക്കാൻ വേണ്ടി കടന്നു വരുന്ന മനുഷ്യരെ ഇവിടെ പൗലോസ് പറയുന്ന അങ്ങനെയുള്ള ആളുകളെ പറയുന്നു. ഇങ്ങനെ ആളുകളിൽ വർക്ക് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ആളാരായിരിക്കണം? ഈ സഭയെ അലങ്കോലപ്പെടുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ട് ആശയഭിന്നത ഉണ്ടാക്കുന്നത്, ആദ്യം ആ സഭയുടെ വളർച്ചയും അതിൻ്റെ എഡിഫിക്കേഷനെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പോൾ പറയുകയാണ്, ഇങ്ങനെ ഉപദേശങ്ങളുടെ ഓരോ കാറ്റിനാൽ അഴഞ്ഞൊഴലുന്ന ശിശുക്കൾ ആകാതെ നമ്മൾ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് വളർച്ച പ്രാപിക്കണം. വളർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വളരണം. ഇത് ശരിയെന്ന് തോന്നി അങ്ങോട്ട് പോകരുത്, അത് ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകരുത്, അതും ശരിയാണ് ഇതും ശരിയാണ്, അങ്ങനെ ആകപ്പാടെ ഒരുപാട് ശരികളുടെ ഒരു സമന്വയം. എന്നാൽ നമ്മൾ പുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരാൽ ആരംഭിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ 2 നൂറ്റാണ്ടുകൾ ഇത്തരം ഒരു കാര്യങ്ങളിലും വീണുപോയില്ല. ഹല്ലേലൂയ. കാരണം 1-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് കാലഘട്ടം 65 to 95 കംപ്ലീറ്റ് ഗോസ്പൽ അടക്കം റെവലേഷൻ അടക്കം പുസ്തകങ്ങൾ എഴുതുന്നത്. അപ്പോൾ 95 എഴുതി പൂർത്തിയായ തലമുറകൾക്ക്, ശുശ്രൂഷകന്മാർക്ക് ആരുണ്ടായിരുന്നു? യുവാക്കളായ, കുറ്റികളായ, ചെറുപ്പക്കാരായ ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. തിമോത്തി, സിൽവനസ്, ഫിലമോൻ, അക്വില, പ്രിസ്കില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പല ഏജ് ഗ്രൂപ്പിലുള്ള വിശുദ്ധന്മാരുണ്ടായിരുന്നു. അപ്പസ്തലന്മാരുടെ കൂടെ നടന്നതും പ്രാപിച്ചതും കേട്ടുപഠിച്ചതുമായ ശിഷ്യന്മാർ അവരുടെ കൂടെ തലമുറ കഴിയാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത്. കാരണം എന്തുകൊണ്ടാണ്? ഇവർ സമ്മതിക്കുന്നില്ല. കാരണം അവർ കണ്ടതും കേട്ടതും പഠിച്ചതും പ്രമാണിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചറിവുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു സഭയ്ക്കകത്ത് ജീർണത ഉണ്ടാകുന്നത്? തലമുറകൾ വരുമ്പോഴാണ് അതിനകത്ത് ട്രഡീഷൻസ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു കാര്യം വരാൻ പോകുന്നു എന്ന് പൗലോസ് അവരോട് പറഞ്ഞു, അല്ലേ? എന്നിട്ട് പറയണേ, ഞാൻ 3 സംവത്സരകാലം രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങളെ എന്ത് ഉപദേശിച്ചു? ബുദ്ധി ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? കൊടിയ ചെന്നായ്ക്കൾ കടക്കും ഇതിനകത്തോട്ട്. അവരുടെ ഉദ്ദേശം എന്താ? നിങ്ങളെ വലിച്ചു കളയുക. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 11 പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ തുടക്കത്തിൽ പോയ സർപ്പം ഉപായേണെ ഹൗവയെ ചതിച്ചു. അപ്പോൾ ആദ്യത്തെ സ്ത്രീയെ ചതിച്ചു. സ്ത്രീ സഭയുടെ പിന്മുറയാണ്. അപ്പോൾ ഇന്ന് ആ സർപ്പത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ് മനുഷ്യരിൽ വന്നിട്ട് പറയുകയാണ്, ഈ വിശുദ്ധ സഭയെ ചതിക്കുക. എന്തിനാണ്? അവൾ മഹത്വത്തിൽ പോകരുത്. അവനാകെപ്പാടെയുള്ള താല്പര്യം അവന് കിട്ടണ്ട, പക്ഷെ പോകരുത്. നമ്മൾ പറയില്ലേ, എനിക്ക് വേണ്ട, പക്ഷെ അവൻ മുടിഞ്ഞ് കാണാനേ, അല്ലേ? എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ അവനൊന്ന് കരഞ്ഞു വിളിച്ച് നടക്കുന്ന എനിക്കൊന്ന് കാണണം. അത്രേ ഉള്ളൂ സന്തോഷം. അപ്പോൾ പിശാചിന് അത്രേ ഉള്ളൂ, അവൻ്റെ തല തകർക്കരുത്. പിന്നെ അവന് കിട്ടുകയില്ലെങ്കിൽ പോകണ്ട, അവൻ മുടിഞ്ഞ് നശിച്ച് പോകട്ടെ, കാരണം മുടിഞ്ഞ് നശിക്കുന്നതെല്ലാം അവൻ്റെയാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പൗലോസ് പറയുകയാണ്. എന്നിട്ട് ആരോടാ പൗലോസ് ഇത് പറയുന്നത്? പൗലോസ് അപ്പോസ്തലർ പറഞ്ഞ 20-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ദൈവത്തിന്റെ എൻ്റെ ആലോചനയല്ല, പൗലോസ് പറയാണ്, പൗലോസിന്റെ ആലോചനയല്ല, ദൈവത്തിന്റെ ആലോചന എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത ആലോചന. പൗലോസ് പറയാണ്, ഞാൻ ഒട്ടും മറച്ചു വെച്ചില്ല. ആമേൻ. ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ, നിങ്ങളെ തന്നെയും. ആര്? ദൈവം ക്രിസ്തുവിൽ, അല്ലെങ്കിൽ ക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയാണ്.
എന്ന് വെച്ചാൽ നമ്മൾ വായിച്ചില്ലേ, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കണം. അപ്പൊ ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധ സഭയെ, ഹല്ലേലൂയ, ഇത് ആരുടെ സഭയാ? ഇന്ന് തമ്പിച്ചായന്റെ സഭ, KP യോഹന്നാന്റെ സഭ, അവരുടെ സഭ, ഇവരുടെ സഭ എന്നൊക്കെ പറയുമെങ്കിലും പൗലോസിന്റെ സഭ എന്ന് പറഞ്ഞോ പത്രോസിന്റെ സഭ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നമ്മളങ്ങ് ബൈബിളിൽ അങ്ങനെ ഒരു സഭയും കാണുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ സഭ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, അല്ലേ? എന്നിട്ട് പോൾ പറയാണ് ദൈവത്തിന്റെ സഭയെ, ഇത് അധ്യക്ഷനാക്കി വെച്ചേക്കുന്നത് കൊമ്പനാട്ടിൽ നിന്നല്ല, അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്നല്ല, പിന്നെയോ റോമിൽ നിന്നല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച. നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മേയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സഭയെ ഇവിടെ ഉമ്മിച്ചേക്കുന്നത് എന്തായിട്ടാ? ഒരു ആട്ടിൻകൂട്ടത്തെയാണ്. അപ്പൊ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനായിട്ട്, ഈ ദൈവത്തിന്റെ ജനമാകുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നവരവര്. അവര് ദൈവത്തിന്റെ ആടുകളാണ്, ദൈവത്തിന്റെ ജനമാണ്. അതിനെ മേയ്ക്കാൻ ദൈവം ആക്കി വെച്ചേക്കുന്നതാണ്. അതിന്റെ പാല് കറന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിക്കാനുള്ളതല്ല. അമ്പേ വായിച്ചു. ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിക്കണം. ഇടയന്റെ ജോലി ആടിനെ കരടി പിടിക്കുന്നുണ്ടോ, സിംഹം പിടിക്കുന്നുണ്ടോ, പുലി പിടിക്കുന്നുണ്ടോ, നരി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതിനെ ശ്രദ്ധയോടെ ജാഗരിക്കണം. ഇവിടെ നമ്മൾ പുലിയും ഒക്കെ രൂപത്തിൽ വരുന്ന പിശാചാന്ന് മാത്രമേ ഉള്ളൂ സഭയെ ഉപദ്രവിക്കാൻ. അവിടെ ആടിനെ ഉപമിക്കുമ്പം ഈ വെളിയും പ്രദേശത്തൊക്കെ ആടുകളെ മേയിച്ച് അത് വെള്ളം കുടിക്കാൻ താഴ്വരകളിലേക്കൊക്കെ പോകുമ്പോൾ, പന്തക്കാടുകളിലേക്ക് പോകുമ്പോൾ അത് പോയിട്ടുണ്ടല്ലോ, ശരി കുടിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിക്കില്ല, അതിൻ്റെ പിന്നാലെ നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ അതിനെ ചെന്നായോ പുലിയോ കടുവയോ ഒന്നും പിടിച്ചുകൊണ്ട് പോകാതെ ശ്രദ്ധിക്കും. അതിന് തീറ്റ കൊടുക്കണം. അതിന് ക്ഷീണം ഉണ്ടോ, അതിന് കാലൊടിഞ്ഞിട്ടുണ്ടോ, അതിന് കുരുക്കളോ വല്ലതും പഴുക്കളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ, അതിന് വല്ല രോഗം വന്നിട്ടുണ്ടോ, അതിനെ വെച്ച് കെട്ടുന്നുണ്ടോ, ഇതൊക്കെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ആർക്കുള്ളത്? ഇടയന്റെ ജോലി. എന്നിട്ട് സഭയോട് പൗലോസ് പറയാണ്, ഈ ജോലി നിങ്ങളെ ഏൽപ്പിച്ചേക്കുക. ഹല്ലേലൂയ. ആഴ്ച പിരിയുന്ന സ്തോത്ര കാഴ്ചയ്ക്കും ദശാംശം എടുക്കാനല്ല, പിന്നെയോ അവരെ വളർത്തി കർത്താവിന് മുമ്പിൽ തേജസ്സോടെ മുൻനിർത്തണം. ഹല്ലേലൂയ. ഇതാണ് സഭ ശുശ്രൂഷന്റെ ജോലി. വായിച്ചു. ഞാൻ പോയ ശേഷം പൗലോസ് ആരാ? പ്രവചന ശുശ്രൂഷയുള്ള പ്രവാചകൻ. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ പോയ ശേഷം വിശുദ്ധ സഭയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ഇതിനകത്ത് കടക്കാൻ പോകുന്നത് നല്ല ഉടുപ്പിട്ടുണ്ടോ വരുന്നത്? നല്ല അല്ലേ? ചെന്നായിട്ടൊന്നും വരത്തില്ല. നമ്മളറിയാം, സഭയെ ഉപദ്രവിക്കാനായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയ്ക്കകത്ത് കടന്നത് എങ്ങനെയായിട്ടാണ്? ആദ്യം സഭയെല്ലാം ഉപദ്രവിച്ചിട്ട് ആശുവോ എനിക്ക് മാനസാന്തരം വന്നു, ഞാൻ ഒരു പാവത്താനാണേ, എനിക്ക് മനസ്സിലായി ദൈവം, നിങ്ങൾ സേവിക്കുന്ന ദൈവം സത്യദൈവമാണ്, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനി. അപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്ന രാജാവ് ക്രിസ്ത്യാനിയാകുമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം വേണോ? അത് മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞ് ഉപദ്രവമായിട്ട് നട്ടം തിരിയുന്ന ആളുകൾ ഉപദ്രവം നിൽക്കുക എന്ന് പറയുന്ന കാര്യം അവരെ സംബന്ധിച്ച് എന്ത് വലിയൊരു കാര്യമാണ്, അല്ലേ? കാരണം വെളിപ്പാടില്ലാത്ത ചെന്നായ്ക്കളെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയുന്ന ഓരോ ഉപദേശങ്ങളുടെ കാറ്റ് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉപദ്രവിക്കപ്പെടുന്ന ഈ സഭയെ ഉപദ്രവിക്കുന്നു പറയുകയാണ്, ഞാനും ക്രിസ്ത്യാനി, നമുക്കിനി ഒരുമിച്ച് ആരാധിക്കാം. അതായത് കുറെ ആടുകളോട് സിംഹവും കടുവയും പുലിയും പറയുകയാണ്, നമ്മൾ ഇനി ഒരുമിച്ച് ആരാധിക്കാം, നമ്മളെല്ലാം സഹോദരങ്ങളാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന പോലെ ആയിപ്പോയില്ലേ? അങ്ങനെയുള്ള സഭ, അങ്ങനെയാണ് സഭ ആദ്യമായി കാത്തോലിസം എന്ന് പറയുന്ന ഈ റോമൻ പാഗനിസം സഭയ്ക്കകത്ത് വരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ വിപരീത ഉപദേശങ്ങളുടെ കാറ്റടിച്ചു തുടങ്ങി. അപ്പോസ്തലന്മാരുടെ കാലശേഷം പോൾ പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ കടക്കുമെന്ന് ഞാൻ രാപ്പകൽ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചെന്ന്. കണ്ണുനീർ വാർത്തുകൊണ്ടാണ് പറയും, കരഞ്ഞോണ്ട് പറഞ്ഞെന്ന് പറയും. എത്ര വർഷം? ഒരു പ്രാവശ്യമല്ല, 3 സംവത്സരം ഞാൻ കണ്ണുനീർ വാർത്തു. നിങ്ങളെ കണ്ടപ്പോഴെല്ലാം പറഞ്ഞു, ഇതാ വരുന്നുണ്ട്. അപ്പൊ എന്താ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? റോഡിൽ കുഴിയുണ്ട്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അന്നേരം പോലെ ശ്രദ്ധിക്കും കുഴി എവിടെയാണ്, അല്ലേ? അല്ലെങ്കിൽ പാലം അപകടത്തിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കാഞ്ഞിട്ടല്ല, പിന്നെയും വാണിംഗ് ചെയ്തിട്ട് സഭയ്ക്കകത്ത് വെളിച്ചദൂതൻ്റെ വേഷംധാരികളായി എഴുന്നേറ്റ് വന്നു. അപ്പോഴേക്കും സഭ ഏതാണ്ട് നേരിട്ടുള്ള റെവലേഷൻ ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് പോയി. അപ്പോൾ ഈ ദുർവിദേശങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ട് വികൃതമാക്കപ്പെട്ട സഭകളിൽ നിന്ന് കാലാകാലങ്ങളായി ഉരുത്തിരിഞ്ഞു വന്ന മറ്റ് സഭകൾ. അങ്ങനെ ഇരിക്കുമ്പോഴും കർത്താവിൻ്റെ വരവിങ്കൽ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ സഭയുടെ ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കും. അത് ക്രിസ്ത്യാനികളുടെ സഭയായിരിക്കും.
അത് പെന്തക്കോസ്ത് ആയിരിക്കത്തില്ല, അത് ബ്രദറിനായിരിക്കത്തില്ല, അത് ഈ വണ്ണസ് പെന്തക്കോസ്തലും ആയിരിക്കത്തില്ല, അത് ക്രിസ്ത്യാനി ആയിരിക്കും. ഹല്ലേലൂയ. അവർ തുടരുത്, പിടിക്കരുത്, വെള്ള ഷർട്ടിട്ട് മാത്രം ശുശ്രൂഷിക്കണം, കറുത്ത പാൻ്റ് ഇടണം, മീശ വെക്കരുത് എന്നുള്ള ശുശ്രൂഷയല്ല. അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശുശ്രൂഷയായിരിക്കും ആ സഭ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സഭയും ഇന്ന് നമ്മുടെ മുമ്പിലില്ല. ഇവിടുത്തെ ഏതെങ്കിലും സഭയ്ക്ക് അങ്ങനെ അവകാശപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനും നമുക്ക് ധൈര്യവും തന്നെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യരുത്, ഓരോരോ ഉപദേശത്തിന്റെ കാറ്റ് കൊണ്ട് അഴഞ്ഞുഴലുന്ന ശിശുക്കളാകരുത്. നമ്മൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് യഥാസ്ഥാനപ്പെട്ടിരുന്നു കൊണ്ട് നമ്മളെ നടത്തുന്ന, നമ്മളെ നയിക്കുന്ന ഒരു ഇടയൻ അയാൾ പറയുന്നതൊക്കെ എവിടെയെങ്കിലും കേട്ടുകഴിവുള്ള കാര്യങ്ങളാണോ ബൈബിളിലുള്ളവരാണോ എന്ന കാര്യം നമ്മൾ ആകെ കൂടെ പരിശോധിക്കേണ്ടത്. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങളാണോ? ഞാൻ ചില ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കോറിയിടാൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ ടൈം പീസിൻ്റെ ക്ലോക്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായെങ്കിൽ പോലും ഞാനത് ഉദാഹരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കാൻ പരിശ്രമിച്ചതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകൾ മുഴുവൻ എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ്. ഞാൻ പറയുന്നതും പഠിപ്പിക്കുന്നതും വചനത്തിൽ നിന്നാണെങ്കിൽ ഞാൻ പഠിച്ചതും പ്രാപിച്ചതും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിന്നാണ്. ആ അപ്പോസ്തലന്മാർ ചെയ്യാത്തതും പ്രമാണിക്കാത്തതും പഠിപ്പിക്കാത്തതുമായ കാര്യങ്ങൾ പിൽക്കാലത്ത് ഉളവായി വന്ന സഭയെന്ന് പറയുന്ന സംഘടനകളിലെ ആളുകൾ എഴുന്നേറ്റിരുന്ന് പഠിപ്പിക്കുകയോ വീഡിയോ ആയി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അനുഷ്ഠിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അത് അങ്ങനെ തന്നെയോ എന്ന് ബൈബിളിൽ പരിശോധിക്കണം. പൗലോസ് തന്നെ ബറവായിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, അവർ തെസ്സലോനിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം എന്ത് ചെയ്തു? കേൾക്കുക മാത്രം ചെയ്യാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചിട്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഇന്ന് പുസ്തകം എടുത്തു, വായിച്ചു, ഇനി അടുത്ത ദിവസം അടുത്ത ആഴ്ച പുസ്തകം എടുക്കുന്നവരല്ല. വചനം എഴുതിയിരിക്കുന്നതൊക്കെയും അങ്ങനെ തന്നെയോ എന്ന് ബറവാക്കാർ പരിശോധിച്ചതുപോലെ നമ്മളുടെ ശുശ്രൂഷയിലും സംസാരിക്കപ്പെടുന്ന വചനം അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. അങ്ങനെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നെ കേൾക്കുന്നവരോട് പറയുന്നത്. നിങ്ങൾ ഇതിലൊന്ന് ന്യായപ്രമാണത്തിൽ ഒന്നുകൂടെ ചെയ്യാൻ ആഗ്രഹിച്ചു, ഞാൻ വിലക്കിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകും. കാരണം കുറ്റം എനിക്കേ വരുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? അങ്ങനെയാ പറയുന്നത്, അല്ലേ? എസെക്കിയേൽ പ്രവചനത്തിൽ എന്താ പറയുന്നത്? പ്രവാചകനോട് പറയുന്നത്, ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് ഞാൻ നിന്നോട് പറയുകയും നീ അവനോട് പറയാതിരുന്ന് എന്ത് ചെയ്തു? അവൻ്റെ ദുഷ്ടതയിൽ മരിച്ചാൽ ഞാൻ അവനോടല്ല നിന്നോട് കണക്ക് ചോദിക്കും. അതേസമയം നീ അവനോട് പറഞ്ഞിട്ടും അവൻ്റെ ദുഷ്ടതയിൽ മരിച്ചാൽ നിനക്കല്ല കടം, അവനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനി ഇങ്ങനൊരു ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ന്യായപ്രമാണം കൂടി അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ നിങ്ങളെ വിലക്കി എന്നതുകൊണ്ട് നിങ്ങളത് സന്തോഷപൂർവ്വം ആ വിലക്ക് ഏറ്റെടുത്തു. അപ്പോഴും നിങ്ങളെ ന്യായപ്രമാണത്തിലെ കൽപ്പന വിലക്കിയതിൻ്റെ ശിക്ഷ ഞാൻ മേടിച്ചോളാം. എനിക്കല്ലേ വരുള്ളൂ. നിങ്ങൾക്ക് പറയാലോ, ഞാൻ എന്നെ പഠിപ്പിച്ച ആളെ ഞാൻ വിശ്വസിച്ചു, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. ഞാൻ ന്യായപ്രമാണം അനുസരിച്ചില്ല. അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരമുള്ള ശിക്ഷ എനിക്ക് തരണ്ട. നമ്മളെ ശിക്ഷിക്കാൻ പോകുന്ന ന്യായപ്രമാണം വെച്ചല്ലല്ലോ, ആണോ? ദൈവം ശിക്ഷിക്കാൻ പോകുന്ന ഒരിക്കലും ന്യായപ്രമാണം കൊണ്ടല്ല, പുതിയ നിയമത്തിൻ്റെ കൽപ്പന വെച്ചിട്ടാണ് നമ്മൾ ദൈവം ന്യായം വിധിക്കുന്നത്. അതിലെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ അതാണ് നമ്മുടെ ന്യായവിധിക്ക് കാരണമാകുന്നത്. അങ്ങനെ വരുമ്പോഴും ഒരു പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനും വളരെ അക്കൗണ്ടബിളായിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഒരു ദൈവദാസന് അയാളുടെ ശബ്ദം കേട്ടിട്ടുള്ള മുഴുവൻ ആത്മാക്കളുടെയും ഉത്തരം പറയണം. ഒരു ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ ഒരു യജമാനൻ ഒരു ഇടയനെ ഏൽപ്പിച്ച് 100 കൊടുത്തു വിട്ടിട്ട് അവൻ തിരിച്ചു വന്ന് 90 ഉള്ളൂ, 10 പുലി കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ അവനെ നല്ല അടി കൊടുക്കും, അല്ലേ? കാരാഗ്രഹത്തിലും ആക്കും. അപ്പം അവനാണ് ഉത്തരവാദി. ഞാനോ എന്നെ പോലെ ഒരാളോ ഈ യഥാർത്ഥ അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ വക്താവായി പ്രസംഗകനായി വിളിക്കപ്പെട്ടത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗങ്ങളൊന്നും ഞാൻ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കാറുണ്ട്, ദൈവമാണ് എന്നെ നയിക്കുന്നത് എന്നുള്ളത്. എനിക്ക് കൃത്യമായി 100% അറിയാം, പരിശുദ്ധാത്മാവാണ് എന്നിൽ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ഞാൻ, എന്നെ കേൾക്കുന്ന ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഞാൻ പറഞ്ഞ ഉപദേശം അനുസരിച്ച് അയാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്നോടേ ദൈവം കണക്ക് ചോദിക്കത്തുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ രീതി. അതുകൊണ്ട് നിങ്ങൾക്ക് യു ക്യാൻ റെസ്റ്റ് അഷ്വർ,
നിങ്ങൾക്ക് വേണ്ടി കണക്ക് ഞാൻ പറഞ്ഞോളാം. ഹല്ലേലൂയ. കണക്ക് പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അധികം പേര് എന്താകാൻ ചെയ്യരുത്, ശുശ്രൂഷമാരാ ശ്രമിക്കുക. ഞാൻ ഈ ശുശ്രൂഷയൊക്കെ തുടങ്ങി എല്ലാം ഇട്ടെറിഞ്ഞു പോയ ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. ആഗ്രഹിക്കാമായിരുന്നെങ്കിൽ ഞാൻ നല്ല പദവിയും പ്രശസ്തിയുള്ള സ്ഥലത്ത് ചെന്ന് കയറുമായിരുന്നു, അല്ലേ? നമുക്ക് നമ്മൾ പൗലോസ് പറയുന്ന പോലെ തന്നെ പൗലോസും പറയാറുണ്ട്, ഞാൻ അസാരം ബുദ്ധിഹീനത പറയാം, അല്ലേ? ഞാൻ ആള് കേമനം എടുക്കണം എന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? പൗലോസിനെ കുറിച്ച് ഒരു ഭാഗത്ത് തന്നെ പുകഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും അസാര ബുദ്ധിഹീനത പറയുകയാണ്. നമുക്ക് ദൈവം അത് പൊറുക്കുമെന്ന് വിചാരിക്കുക. നമ്മൾ പ്രസംഗിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഏത് പെന്തക്കോസ്റ്റൽ സഭയിലും ഇന്ന് ഏത് പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതിനേക്കാളും പ്രസംഗിക്കാനുള്ള വചനങ്ങളും കഴിവും ദൈവം നമ്മൾ തന്നിട്ടുണ്ട്. അതിനെ അഹങ്കരിച്ചുകൊണ്ട് പറയല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, ദൈവം കൃപയാൽ വിളിച്ച് ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന ഒരു വേലക്കാരൻ എന്നുള്ളതിൽ എനിക്കിത് ചെയ്യുമ്പോൾ ശരിയായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നത്. ഞാൻ മുഖാന്തരം ആരെങ്കിലും വീണുപോയാൽ, ഞാൻ പറഞ്ഞ കാര്യം മാത്രം അനുസരിച്ച് അതിലെ തെറ്റിൻ്റെ പേരിൽ വീണുപോയാൽ നിങ്ങൾക്ക് കടം വരില്ല. പക്ഷെ ഞാൻ പറഞ്ഞ സത്യത്തെ നിങ്ങൾ നിഷേധിച്ച് മറ്റേ വഴിയിൽ നടന്നാൽ ഞാൻ കടക്കാരനുമല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ബൈബിൾ പറയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ എന്ത് ചെയ്തു? സ്വതന്ത്രമാക്കി. അടിമ നുകം എന്ന് പറയുന്ന ന്യായപ്രമാണം, അതിൽ ചെന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? പൗലോസ് പറഞ്ഞ കുടുങ്ങിപ്പോകരുതെന്ന്. കുടുക്കിനകത്ത് പെടുന്നതാണ് ന്യായപ്രമാണം. പോൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തെ ഇത്രയധികമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാളും അന്നുമില്ല ഇന്നുമില്ല. ഉണ്ടോ? ഒരാളും ഇല്ല, ഇന്നും പഠിപ്പിക്കാനില്ല. ആ ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ച് അതിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ട് നിന്നവൻ പറയുകയാണ്, ഇത് ശാപമാണ്, ഇതിനകത്ത് ജീവനില്ല, ഇത് മരണമാണ്, ഇത് വേർപാടിൻ്റെ നടിച്ചുപറാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്കെന്താ മടി പഠിപ്പിക്കാൻ? ഞാൻ പഠിപ്പിക്കുന്ന പൗലോസ് പഠിപ്പിച്ച കാര്യം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എന്തെങ്കിലും കണക്ക് ചോദിക്കണേ എന്നോട് ചോദിക്കേണ്ട, കർത്താവ് പൗലോസിനോട് ചോദിച്ചാൽ ഞാൻ പറയും. അവനാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അല്ലേ? ചില ആളുകൾ പറയില്ലേ, യേശുവാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചത്, പറയാറില്ലേ? യേശുവിന് പറഞ്ഞാൽ പറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കാൻ. അങ്ങനെ ചോദിച്ചിട്ടില്ലേ? എത്രയോ പേര് എന്നോട് ചോദിച്ചിരിക്കുന്നു, നമ്മൾ കേട്ടിട്ടില്ലേ? യേശുവാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. നിങ്ങൾ പറയുന്നു യേശു അങ്ങനെ കൽപ്പിച്ചു, യേശു എന്നിട്ട് പത്രോസ് ഇങ്ങനെ ചെയ്തു. യേശുവിന് നേരെ യോഗ പറയാൻ പാടില്ലായിരുന്നു. യേശു നേരെ യോഗ പറയാനല്ല, വെളിപ്പാട് വേണം യേശു പറഞ്ഞ് മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. കാരണം കൺഫ്യൂഷനിൽ പെട്ട് പോകാനുള്ളവനൊക്കെ പോകണം. നമ്മൾ ഈ എന്താ പറയുക, ഈ കമ്പനികളൊക്കെ ഈ മിലിറ്ററിയിലൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു 100 സിപ്പായി എടുക്കണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് 100 സിപ്പായി എടുക്കണമെങ്കിൽ അതിന് വേണ്ടി 1,00,000 ആപ്ലിക്കേഷൻ വരും, അല്ലേ? ഈ 1,00,000 ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആ പരീക്ഷയും ഫിസിക്കൽ ടെസ്റ്റും പിന്നെ ഈ മലകയറ്റവും ഈ വെള്ളിക്കയറ്റവും ചാട്ടവും വെയിലുകൊണ്ട് നിൽക്കുന്നതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരെയും ഫിൽട്ടർ ചെയ്ത് മാറ്റി അവസാനം വരുമ്പം ഇതിനെല്ലാം താണ്ടി വരുന്ന കുറച്ച് പേരെ കാണുള്ളൂ അതുപോലെയാണ് ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണമെങ്കിലും ദൈവം കടന്നു വരാതിരിക്കാൻ പല ആളുകളെയും പല വേലിക്കെട്ടുകൾ കെട്ടിവെച്ചിട്ടുണ്ട് വചനത്തിനകത്ത് തന്നെ. അങ്ങനെ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്? നമുക്ക് അതുകൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2-ാം അധ്യായം 9 മുതൽ വാക്യം വായിച്ചു. അധമമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്കും സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇവിടെ പൗലോസ് പറയാണ്, പ്രത്യക്ഷനാകാൻ പോകുന്ന അധർമ്മത്തിന്റെ മൂർത്തി ആന്റി ക്രൈസ്റ്റിന്റെ അവന്റെ പ്രത്യക്ഷതയുടെ ദിവസങ്ങളും നശിച്ചു പോകുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ഇപ്പൊ സാത്താൻ പല അത്ഭുതങ്ങളും ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ അത്ഭുതങ്ങൾ ശരിയായ സോഴ്സിലല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് മനുഷ്യനെ വഞ്ചിക്കുന്ന കാര്യം അവന്റെ പക്കലുണ്ട്. അടുത്ത വാക്യം വായിച്ചു. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിക്കണം. ആദ്യം എന്ത് ചെയ്യണം? അടയാളം കണ്ട് നിന്നാ പാര. രക്ഷിക്കപ്പെടാനുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളണം. അപ്പോൾ അവർ പറയണം, അവിടെ പോയാൽ അടയാളമുണ്ട്, അവിടെ പോയപ്പോൾ രോഗം മാറി, പക്ഷെ അവിടെ ഉപദേശമില്ല, അവരെന്ത് ചെയ്യും? നശിച്ചു പോകും. വായിച്ചു.
കൈക്കൊള്ളുന്ന റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. ആകയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം കൊടുക്കുന്ന അല്ലേ, ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുന്ന വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും. അപ്പൊ ദൈവം തന്നെ അവിടെ അതാണ് ഇതാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് അടയാളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ നീ അനീതിയിൽ രസിച്ചിരിക്കുന്നവനാണ്, നീ ദൈവനെ കേട്ട് നിഷേധിക്കുന്നവനാണ്, നീ ശരിയെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തെ ദൈവം തന്നെ അവൻ നശിച്ചു പോകാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുത്തേക്കുക. ഹല്ലേലൂയ. കൃപയാൽ നമ്മൾ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് വന്ന് സ്വീകരിച്ച മാർഗമല്ല ഇത്. ദൈവത്തിൻ്റെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിതാവ് തന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് നമ്മളെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിടിച്ചു പറിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരുത്തം വന്ന് നമ്മുടെ എല്ലാ പ്രശ്നവും ഇപ്പോൾ തീർത്ത് കളയാം, നിങ്ങളൊന്ന് ആരാധിക്കാൻ വന്നോ, പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം തരാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വഞ്ചിക്കാൻ പറ്റും. പക്ഷെ ദൈവം നമ്മളെ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. കഷ്ടത്തിൻ്റെ നടുവിലൊക്കെ നമ്മൾ ഈ ദൈവം ഒരുത്തനും നമ്മൾ ഇങ്ങനത്തെ വലിയൊരു ഓഫറുമായിട്ട് വരാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ പോകുമായിരിക്കും. അപ്പോൾ ദൈവം നമ്മളെ കൈക്കുമ്പിളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളെ വിടാതെ കൈകളിൽ വഹിക്കുന്നത് കൊണ്ട്, കരങ്ങൾ വഹിക്കൊണ്ട്, മാറോട് ചേർക്കുന്നത് കൊണ്ട് നമ്മളിന്ന് സുരക്ഷിതരായിരിക്കുന്നു എന്നൊരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കുറിവാക്യത്തിൽ അപ്പോസ്തലന്മാരോട് യൂദാ മുഖാന്തരം പറഞ്ഞു, ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചത്. ഇനി മാറ്റമൊന്നുമില്ല, കാലത്തിൻ്റെ അന്ത്യം വരെയും ഒരിക്കലായി ഭരമേൽപ്പിച്ച ഈ രക്ഷയ്ക്കുള്ള വിശുദ്ധമായ ഏക വഴി അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ചെങ്കിൽ, വിശുദ്ധമാർക്ക് ഭരമേൽപ്പിച്ച് അതിനോട് കാലത്തിൻ്റെ ഇടവഴികളിൽ പലരും വന്ന് പലതും കേട്ട് പലതും കണ്ട് പശാശ് അവരെ എടുത്ത് പല ഉപദേശങ്ങളും പഠിപ്പിക്കും. ആ ഉപദേശം സാൽവേഷൻ ആർമി ആയിട്ടും സെവൻത് ഡേ ആയിട്ടും പിന്നെ അങ്ങനെ പറ്റ പല ഉപദേശങ്ങളായിട്ടും ഒക്കെ വരും. യഹോവ മാത്രമേ ദൈവമുള്ളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ അപ്പോസ്തലന്മാർ ചെയ്ത് കാണിച്ചതും അവരെ ദൈവം ഭരമേൽപ്പിച്ചതും അവരുടെ കാലഘട്ടവും അവരുടെ തൊട്ടു പിന്നാലെയുള്ള വിശുദ്ധന്മാരും അവരുടെ സാക്ഷികളും അവരുടെ ശിഷ്യന്മാരും ആചരിച്ചും അനുഷ്ഠിച്ചതുമായ കാര്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളൂ. അതിലില്ലാത്തതൊന്നും ആചരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലും ആചരിക്കുന്നുണ്ടെങ്കിൽ ആചരിക്കുന്നവർക്കുള്ള ശിക്ഷ അവർക്ക് ദൈവം കൊടുക്കും. ആചരിക്കാൻ ആഗ്രഹിച്ചിട്ടും പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ആചരിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ശിക്ഷയും എനിക്ക് കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനത് മേടിക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് അത്രമാത്രം ഉറപ്പുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ട വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഉറച്ചു നിൽക്കുവാനും നമ്മൾ കേട്ട് മാത്രം മറന്നു പോകാതെ അതിനെ പഠിക്കാനും പരിശോധിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കാരണം നമ്മളാരും ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഉപദേശത്തിൽ നിന്നിട്ട് അതിനെ തിരുത്തേണ്ടി വന്നിട്ടില്ല. നമുക്കറിയാം, ട്രിനിറ്റിയിൽ പോയിട്ടുള്ളവർക്ക് പിന്നെ ഉപദേശം തിരുത്തേണ്ടി വരും. നമുക്ക് ഉപദേശത്തെ തിരുത്തേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ എവിടെ നിന്നും ഒരു കാര്യത്തെയും ഏതെങ്കിലും ഒരു പാഠ്യശാലയിൽ നമ്മൾ പഠിച്ചിട്ട് അതിങ്ങനെയാണെന്ന് പറയുകയും പിന്നെ അത് മാറ്റി പറയേണ്ടിയും വന്നിട്ടില്ല. കാരണം നമ്മളെ അത്തരം കാര്യങ്ങളൊന്നും ദൈവം സൂക്ഷിച്ചതുകൊണ്ടാണ്. എങ്കിലും ദൈവവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ പഠിപ്പിക്കാനും ദൈവം തന്ന കൃപയല്ലാതെ പ്രശംസിക്കാൻ എനിക്കും ഒന്നുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുമ്പ് ഞാൻ പ്രശംസിക്കാൻ അല്പം വകയുണ്ടെങ്കിൽ എനിക്കുണ്ടെന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ ചെയ്യുകയാണ്. ഞാൻ പറയാനുള്ള കാര്യം, എനിക്കും ഒരുപാട് വേദികൾ കിട്ടിയിട്ടുണ്ട്. തുടക്കകാലത്ത് തന്നെ വേദികൾ തള്ളിക്കളഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദൈവം അനുവദിച്ചിട്ടില്ലാതെ ദൈവിക കാര്യങ്ങൾ നമുക്ക് മുഴുകാനും വളരാനും കഴിയുകയില്ല. അതുകൊണ്ട് വചനം പറയുന്ന യഥാസ്ഥാപനത്തിനായിട്ട് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് മനുഷ്യൻ്റെ കണ്ണിനോ ചിന്തയ്ക്കോ ബുദ്ധിക്കോ കേൾവിക്കോ നിരൂപിച്ചു കൂടാൻ കഴിയാത്ത അത്രമേൽ മഹത്തരമായൊരു പ്രതിഫലം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും തോന്നിയിട്ടില്ലാത്ത, ഒരുവനും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നിരൂപിച്ചിട്ടില്ലാത്ത ഇത്ര മഹത്തായ ഒരു പ്രതിഫലം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിഫലം 1-ാം നൂറ്റാണ്ടിലാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ പുസ്തകത്തിലാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ അത് തന്നെ ഇന്ന് ആരുടെ കൈവശമുണ്ടോ അവർക്കും കിട്ടും. ഹല്ലേലൂയ.
അതിന് കാലഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ആഡ് ചെയ്യാനും കൂട്ടാനും കുഴയ്ക്കാനും ഒക്കെ ചെയ്തിട്ട് ആ കാലത്തിനനുസരിച്ച് മാറണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ബൈബിൾ കാലത്തിനനുസരിച്ച് മാറ്റണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നാം മാറണം വചനത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ചല്ല, വചനത്തിനനുസരിച്ച് മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ ഒന്ന് ആരാധിച്ചിട്ട്, തേനിലും മധുരമാം ഹല്ലേലൂയ എന്നുള്ള പാട്ട് നമുക്കൊന്ന് പാടി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.